السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا الذي أنزل القرآن تبيانا وتفسيرا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء الجديد من لقاءات فهم القرآن على أيسر طريق. അപ്പോൾ ഗ്രാമറിൽ എന്താണ് ഇന്ന് സംശയമുള്ളത്? എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? ജുംല ഫേലിയ പറയാൻ പോവാണ്, ക്രിയാവാക്യങ്ങൾ. ഒരിക്കൽ കൂടി രണ്ടാമതോ മൂന്നാമതോ പ്രാവശ്യം. ജുംല ഫേലിയ ക്രിയാവാക്യം എന്നാൽ എന്താ? ക്രിയാവാക്യം ക്രിയ കൊണ്ട് തുടങ്ങുന്ന വാക്യത്തിന് ക്രിയാവാക്യമുണ്ട്, നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യത്തിന് നാമവാക്യമുണ്ട്. ഇതാണ് ലളിതമായ നിർവചനം. പിന്നെ ക്രിയാവാക്യത്തിന് ഒരു ഫേലുണ്ടാകും, ഫേലിന്റെ കർത്താവ് ഉണ്ടാവും, ഫായിലുണ്ടാവും, ഫേലുണ്ടാവും, ഫായിലുണ്ടാവും. പിന്നെ ചില ക്രിയകൾക്ക് മഫ്ഊലുൻ ബിഹി ഉണ്ടാകും. പ്രവൃത്തി ചെയ്ത ആളെ സൂചിപ്പിക്കുന്നതാണ് ഫായിൽ. പ്രവൃത്തിയുടെ ഫലം ആരിൽ ചെന്നേറ്റു എന്നാണോ പറയുന്നത്, അത് ആണ് മഫ്ഊലുൻ ബിഹി. ഫെയില് പറഞ്ഞ ക്രിയ അല്ലേ? ഫേൽ എന്ന് പറഞ്ഞ ക്രിയ. ഫഅല ഫാഇൽ ഫേൽ, ഫഅല യഫ്അലു ഫാഇലുൻ മഫ്ഊലുൻ ഫിഅലുൻ. അപ്പൊ എന്തായി? ക്രിയ. ഓക്കെ. അപ്പം ഫേല് മഫ്ഊലുൻ ബിഹി ഉള്ള ക്രിയക്ക്, മഫ്ഊലുൻ ബിഹി ഇല്ലാത്ത ക്രിയക്ക് അകർമ്മക ക്രിയ എന്ന് പറയാം. കർമ്മം ഇല്ലാത്ത ക്രിയ, കർമ്മം ഇല്ലാത്ത ക്രിയ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ജാഅ നസ്റുല്ലാഹി. ജാഅ എന്നത് ഫിഅലാണ് അഥവാ ക്രിയയാണ്. നസ്ർ അതിന്റെ ജാഅ എന്ന ക്രിയ വന്നാൽ അതിന് ആ പ്രവൃത്തി ചെയ്ത ആളുണ്ടാകും, അതാണ് നസ്ർ. വന്നു, ആര് വന്നു? നസ്ർ വന്നു. അല്ലെങ്കിൽ ആ ക്രിയയോട് ചോദിക്കുക, ജാഅ എന്ന ക്രിയ കിട്ടിയാൽ അല്ലെങ്കിൽ ഫെയിൽ കിട്ടിയാൽ ജാഅ വന്നു, ആ ക്രിയയോട് ചോദിക്കണം, ആര് വന്നു? ആര് എന്ന് ചോദിക്കണം. അപ്പോൾ നസ്ർ എന്നാണ് ഉത്തരം. ആര് വന്നു? നസ്ർ വന്നു. അപ്പോൾ ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് കർത്താവ്, ആ ക്രിയയുടെ കർത്താവ്. നസ്റുല്ലാഹി, അള്ളാഹിന്റെ സഹായം വന്നു. അപ്പൊ ഇവിടെ കർമ്മം വന്നിട്ടില്ല, ഒബ്ജക്റ്റ്. നസറിന്റെ അല്ലെങ്കിൽ നസറാണ് അതിന്റെ കർത്താവ്. ആ കർത്താവിന്റെ പ്രവൃത്തിയുടെ ഫലം ആരിൽ ചെന്നേറ്റു എന്ന സംഭവം ഇവിടെ ഇതല്ല, പ്രസക്തമല്ല. ജാ വന്നു, ആര് വന്നു? എന്തിനെ വന്നു, അല്ലെങ്കിൽ അതെ എന്തിനെ വന്നു എന്ന് ചോദ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് കർമ്മമുള്ള ക്രിയയായി പരിഗണിക്കുകയുള്ളൂ. ഉദാഹരണം, ലറബ സെയ്ദുൻ അമ്രൻ. അപ്പൊ ലറബ സെയ്ദുൻ അമ്രൻ. അപ്പൊ ലറബയോട് ചോദിക്കും, ആരടിച്ചു? അപ്പൊ ഉത്തരം കിട്ടി, സെയ്ദുൻ, സെയ്ദ് അടിച്ചു. അപ്പൊ അടുത്ത ചോദ്യം വരും, ആരെ അടിച്ചു? അപ്പൊ അടി എന്നത് എന്താണ്? ഒരു കർമ്മം ആവശ്യമായ ഒരു സംഭവം. അടിയുടെ പ്രവൃത്തി, അടി എന്ന പ്രവൃത്തി വേറൊരാൾ ചെന്ന് പതിക്കണം. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. ജാ വന്നു, ആര് വന്നു എന്ന് മാത്രമേ ചോദ്യം, ആരെ വന്നു എന്ന് ചോദ്യമില്ല. അതേപോലെ കാല നൂഹൻ, കാല പറഞ്ഞു. അപ്പൊ കാലയോട് ചോദിക്കുകയാണ് നമ്മൾ, ആര് പറഞ്ഞു? അപ്പോൾ നൂഹ് പറഞ്ഞു. ആരെ പറഞ്ഞു എന്ന് ഉത്തരം ചോദ്യമില്ല. അതുകൊണ്ട് അതെന്താണ്? കർമ്മമില്ലാത്ത ക്രിയകൾ. കർമ്മത്തെ നോക്കേണ്ട കാര്യമില്ല, ഒബ്ജക്റ്റ് മഫ്ഊലുൻ ബിഹിയെ നോക്കണ്ട. കാല നൂഹൻ, നൂഹ് പറഞ്ഞു. യഖ്റുജു മിൻഹുൽ മാഉ, യഖ്റുജു പുറപ്പെടുന്നു. അപ്പൊ നമ്മൾ അതിനോട് ചോദിക്കും, ആര് പുറപ്പെടുന്നു? അപ്പൊ ഉത്തരം കിട്ടിയാൽ മാഉ, അവിടെ സെന്റൻസ് ഉണ്ടോ നോക്കിയാൽ മാഉ, അപ്പോൾ വെള്ളം. മാ ആണ് അതിന്റെ കർത്താവ്. മിൻഹു എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ, ഇത്രയേ ഉള്ളൂ. യഖ്റുജു എന്നൊരു ക്രിയയാണ്, ഫേലാണ്. ആ ഫേലിന് ഒരു ഫാഇൽ വേണം. ഫാഇലിന്റെ അടയാളം ലമ്മത്താണ്. ജാ നസ്റുല്ലാഹി, ജാ ക്രിയ, ആര് വന്നു? നസ്ർ വന്നു, അപ്പോൾ ലമ്മത്ത് കൊടുക്കണം. കാല നൂഹൻ, ആര് വന്നു? ആര് പറഞ്ഞു? നൂഹ് പറഞ്ഞു, അപ്പോൾ അതിന് ലമ്മത്ത് കൊടുക്കണം.
ആ ലമ്മത്ത് മാറി വരുന്ന അടയാളമായ അതിന്റെ സ്ഥാനം ആണ് റഫ് എന്നാണ് പറയുന്നത്. റഫിന്റെ സ്ഥാനമാണ്. റഫിന്റെ സ്ഥാനമാകുമ്പോൾ ലമ്മത്ത് അടയാളം സ്വീകരിക്കുമെങ്കിൽ ലമ്മത്ത് അടയാളം കൊടുക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അടുത്ത ക്ലാസ്സിൽ പറയും. ഇതേപോലെ യഹ്റുജു പുറപ്പെടുന്നു. ആര് പുറപ്പെടുന്നു? മാ പുറപ്പെടുന്നു. അപ്പൊ എങ്ങനെ അറിയാം മാ ആണെന്ന്? അവിടെ ലമ്മത്ത് അടയാളമായിട്ടുണ്ട്. അതിന്റെ സ്ഥാനം റഫ് ആണ്. റഫ് ചെയ്യപ്പെടണം. അപ്പോ ലമ്മത്ത് കൊണ്ടാണ് റഫ് ചെയ്തതെന്ന് പറയും. ഖാലത്ത് ഇംറഅത്തുൽ അസീസി. അപ്പൊ എവിടെയൊക്കെ പറഞ്ഞു ജാ എന്നത് നസ്ർ. ആര് വന്നു? നസ്ർ വന്നു. നസ്ർ പുല്ലിംഗമാണ്. അതുകൊണ്ട് ജാ എന്ന പുല്ലിംഗ ക്രിയ ഉപയോഗിച്ചു. കാല പറഞ്ഞു. ആര് പറഞ്ഞു? നൂഹ് പറഞ്ഞയാള് ആണാണ്. അതുകൊണ്ട് കാല എന്ന പുല്ലിംഗ വചനം. യഹ്റുജു മിൻഹുൽ മാ പുല്ലിംഗമാണ്. അതുകൊണ്ട് യഹ്റുജു എന്ന വാക്ക് ഉപയോഗിച്ചു. കാലത്ത് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനോട് ചോദിക്കുന്നു, ആര് പറഞ്ഞു? ഇമ്രാത്ത് പറഞ്ഞു. ഇമ്രാത്താണെന്ന് എങ്ങനെ അറിയാം? അവിടെ ലമ്മത്ത് അടയാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ഇമ്രാത്ത് എന്നുള്ളതാണ്. ഏത് ഇമ്രാത്ത് എന്നുള്ള ഇമ്രാത്തുൽ അസീസി, അസീദിന്റെ ഭാര്യ. അപ്പൊ ഇമ്രാത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് കാലത്ത് എന്ന സ്ത്രീലിംഗ ക്രിയ ഉപയോഗിച്ചത്. അതേപോലെ ഉദാഹരണമാണ്. പിന്നെ കാലത്ത് ഇമ്രാത്ത് എന്നുള്ളത് കാലത്ത് എന്ന സുക്കൂനാണ്. പിന്നെ ഇമ്രാത്തിന്റെ മീമിന് സുക്കൂൻ ആയതുകൊണ്ടാണ് രണ്ടും കൂടി ചേർത്ത് വരുമ്പോൾ കാലത്തും ഇമ്രാത്തിന്റെ മീമിന്റെ സുക്കൂനും കൂടി ചേർന്ന് വരുമ്പോൾ ഒന്നാമത്തെ സുക്കൂൻ മാറ്റണം. അപ്പോ ക്രിയയുടെ അവസാനത്തിൽ വരുന്ന സുക്കൂൻ മാറ്റുമ്പോൾ കസ്ർ കൊടുത്താണ് മാറ്റുക. കാലത്തിമ്രഅത്തു. അതുകൊണ്ട് കാലത്തിമ്രഅത്തു എന്ന് വായിക്കണം. കാലത്തിമ്രഅത്തുൽ അസീസി. അത് വായനയുടെ സംഗതിയാണ്, ഗ്രാമറിന്റെ വിഷയമല്ല. അത് വായനയുമായിട്ട് ബന്ധപ്പെടുമ്പോഴുള്ള വിഷയം. അതേപോലെ തന്നെ യക്തറബത്ത് അസ്സാഅത്തു. അസ്സാഅത്തു സ്ത്രീലിംഗമായതുകൊണ്ട് യക്തറബത്ത് എന്ന് സുക്കൂൻ കൊടുത്താണ് വരേണ്ടത്. പിന്നെ അസ്സാഅത്തിന്റെ സീനിന് എന്താണ്? ഒരു ലാമിനുണ്ടല്ലോ, അൽ 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 സാഅത്ത് എന്നില്ലേ, അലാമിന് സുക്കൂനാണ്. അതുകൊണ്ട് യക്തറബത്ത് സുക്കൂൻ മാറ്റി കസ്ർ. യക്തറബത്തി സാഅത്തു. സാഅത്ത് ലമ്മത്തുള്ളതായതുകൊണ്ടാണ് അത് ക്രിയ ആയിട്ട് അതിന്റെ കർത്താവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ ആമനത്ത് ത്വാഇഫത്തുൻ. ആമനത്ത് ത്വാഇഫത്തുൻ. ത്വാഇഫത്തിന് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ആമനത്ത് എന്ന ക്രിയ വെച്ചത്. അപ്പൊ ആമനത്തിന് സുക്കൂനാണ്. ത്വാഇഫത്തിന് ഫതഹാണ്. ആമനത്തിന്റെ തായും ത്വായും കൂടെ തജ്വീദ് നിയമപ്രകാരം ഇദ്ഗാം. എന്ത് ഇദ്ഗാമാണ്? തജ്വീദ് അറിയുന്നത് പറയും. ഇദ്ഗാം മുത്തജാനിസൈൻ. കേട്ടോ, അടുത്തടുത്തായിട്ടുള്ള അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യുന്നതാണ് മുത്തജാനിസൈൻ എന്ന് പറയും. ആമന ത്വാഇഫത്തുൻ എല്ലാം കൂടെ ചേർത്തിട്ട് ത്വായാണ് കലപ്പിച്ച് പറയുന്നത്. ആമന ത്വാഇഫത്തുൻ. അപ്പൊ ആമനത്തിന്റെ അവിടെ ചോദിക്കും, ആര് ആമനത്ത് വിശ്വസിച്ചു? ആര് വിശ്വസിച്ചു? ത്വാഇഫത്തുൻ വിശ്വസിച്ചു. എങ്ങനെ അറിയാം? ലമ്മത്തുണ്ട് അവിടെ അടയാളം. അലിമത്ത് നഫ്സുൻ. അവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് നഫ്സുൻ നമുക്ക് സ്ത്രീലിംഗമായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ പ്രയോഗത്തിൽ സ്ത്രീലിംഗമാണ് നഫ്സ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നഫ്സിനെ കുറിച്ച് പറഞ്ഞു എന്ത് പറഞ്ഞു? ദാഇഖത്തുൻ എന്ന് പറഞ്ഞു, സ്ത്രീലിംഗമാണ് പറഞ്ഞത്. വനഫ്സിൻ വമാ സവ്വാഹ എന്ന് പറഞ്ഞു. നഫ്സിനെ കൊണ്ട് സത്യം. സവ്വാഹ, അതിനെ അവിടെ ഹാ ഉപയോഗിച്ചിട്ടാണ് അതിനെന്ന് പറഞ്ഞത്. അപ്പൊ സ്ത്രീലിംഗമാണ്. അലിമത്ത് നഫ്സുൻ. അപ്പൊ അലിമത്ത് അറിഞ്ഞു. അപ്പൊ അതിനോട് നമ്മൾ ചോദിക്കുന്നു, ആരറിഞ്ഞു? നഫ്സ് അറിഞ്ഞു. നഫ്സ് തന്നെയാണെന്ന് എങ്ങനെ അറിയാം? അവിടെ അടയാളമായിട്ടുണ്ട്. ഓക്കെ, ആ ലമ്മത്തിനെ നമ്മൾ പറയുന്നത് റഫിന്റെ സ്ഥാനത്താണുള്ളത്. കർത്താവ് റഫിന്റെ സ്ഥാനത്താണ് ഉണ്ടാകേണ്ടത്. കർത്താവിന്റെ അടയാളം റഫ് ആണ്. അപ്പൊ റഫിന് എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിന് ലമ്മത്ത് അടയാളമായിട്ട് കൊടുക്കാം. പ്രത്യക്ഷത്തിൽ ലമ്മത്ത് അടയാളമായിട്ട് കൊടുക്കാം. ഇവിടെയൊക്കെ പ്രത്യക്ഷത്തിൽ ലമ്മത്ത് അടയാളമായി കൊടുക്കാവുന്ന ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ മാ അഗ്ന അൻഹു. മാ അഗ്ന പ്രയോജനം ചെയ്തില്ല. മാ അഗ്ന പ്രയോജനം ചെയ്തില്ല. അപ്പൊ നമ്മൾ അതിനോട് ചോദിക്കുന്നു, എന്ത് പ്രയോജനം ചെയ്തില്ല? മാല് പ്രയോജനമില്ല.
അൻഹു നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അൻ എന്ന് പറയുന്നത് എന്താണ് പ്രിപ്പോസിഷൻ ആണ്. അത് കർത്താവായിട്ട് വരില്ല. കർത്താവായിട്ട് ആര് വരണം? ഒരു നാമം വരണം. കർത്താവായിട്ട് നാമം വരണം. നൗൺ പ്രോനൗണും ആകാം. പ്രോനൗണിൽ എന്താണ്? നൗണാണത്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണും ആകാം. അതെല്ലാം എന്താണ്? നൗണിന്റെ വകഭേദങ്ങളാണ്. നൗണിന്റെ വകഭേദങ്ങളോ ആകാം. അല്ലാതെ പേര് കർത്താവായി വരാൻ പറ്റില്ല. അതേപോലെ പിന്നെ ഹർഫ് എന്ന് പറഞ്ഞാൽ പേരും നാമവും ക്രിയയും അല്ലാത്ത ചില പദങ്ങളുണ്ട്. ഇവയൊന്നും കർത്താവായി വരാൻ യോഗ്യമല്ല. കർത്താവായിട്ട് നാമം അല്ലെങ്കിൽ നാമത്തിന്റെ ഗണത്തിലുള്ള എന്തായിരിക്കും വരേണ്ടത്. അങ്ങനെ പ്രയോജനപ്പെട്ടില്ല. എന്ത് പ്രയോജനപ്പെട്ടില്ല? മാലുഹു. അവിടെ ആരെ എന്തിനെ എന്ന ചോദ്യമല്ല വരുന്നത് കേട്ടാ. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യം വരുന്നെങ്കിലേ അത് കർമ്മം ഒരു കർമ്മമായിട്ട് ഒന്നിന് ആവശ്യമേ വരുള്ളൂ. ഇവിടെ വേറൊരു രീതിയിലാണ് പ്രയോഗം വരുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ലാംഗ്വേജ് സിംപ്ലിഫൈ ചെയ്യുന്നതിനാണ്. നമ്മളപ്പോൾ ആൾക്കാർക്ക് ലാംഗ്വേജ് കോംപ്ലിക്കേഷൻ ഇല്ലാതെ മനസ്സിലാകുന്നതിന് ഒരുപാട് ലളിതവൽക്കരണം അറബി ഭാഷയിലുണ്ട്. അതിന്റെ ഭാഗമാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ കർമ്മത്തെ തേടി പോകണ്ട. അതിന് വേറെ രീതിയിൽ നമുക്ക് വിശദീകരിച്ച് തരും. ഉസ്താദേ, പിന്നെ നസ്റുല്ലാഹി എന്ന് പറയും, അള്ളാഹിന്റെ സഹായം വന്ന് പറയും. ഇതാ ജാ നസ്റുല്ലാഹി, ആരെ എന്തിനെന്നുള്ള അള്ളാഹി എന്നുള്ള വരുന്നില്ല. അത് ആരെ ചോദ്യം ഉണ്ടോ? വന്നു. ആര് വന്നു എന്ന് മാത്രമല്ല ചോദ്യമുള്ളൂ. ആരെ വന്നു എന്ന് ചോദ്യം ഉണ്ടോ? അള്ളാഹുവിന്റെ സഹായം വന്നു നിങ്ങൾ അതല്ല ചോദ്യം. ജാഅയോട് ചോദിക്കണം. ജാഅയാണ് ക്രിയ. ജാഅ വന്നു. ആര് വന്നടോ എന്നല്ലേ ചോദിക്കേണ്ടത്. എന്തിനെ വന്നു എന്ന് ചോദ്യം ഉണ്ടോ? ഇല്ല. അപ്പുറത്തുള്ള വാക്യങ്ങൾ നോക്കണ്ട. അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ലളിതമായി കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പറഞ്ഞു വലം യജ്അൽ ലഹു ഇവജ, അവൻ അതിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നിങ്ങൾ വക്രത എന്നൊക്കെ സംസ്കൃതി പറയുമ്പോൾ എന്താണെന്ന് നമുക്കതിന് തിരിയില്ല. കിതാബിൽ അൻസൽനാഹുവില് പിന്നെന്താ പറഞ്ഞത്? മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ, അതിലെന്താണ്? സുവ്യക്തമായ സൂക്തങ്ങളുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, നോ ഡൗട്ട് അറ്റ് ഓൾ, ഒരു സംശയവുമില്ല. അപ്പൊ നമ്മൾ സംശയം ഉണ്ടാക്കരുത് കേട്ടോ. അത് എന്ത് ചെയ്യണം? ഇതൊക്കെ ലളിതമാണ്. കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. നസ്റുല്ലാഹി, അള്ളാഹിന്റെ സഹായം. അത് നസ്റിന് അള്ളാഹിനെ ഇലാഫത്ത് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. മാലിഹു. അടുത്തത് മാലിഹു എന്തിനാ ഉദാഹരണം പറഞ്ഞത്? നേരത്തെ പറഞ്ഞു കർത്താവ് ആരാണ് പ്രവൃത്തി ചെയ്തത് എന്ന്, പ്രവൃത്തി ചെയ്ത ആളെ സൂചിപ്പിക്കുന്നതാണ് കർത്താവ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനായി എന്താണ്? പ്രവൃത്തി ചെയ്ത ആളാണോ ചെയ്യാത്ത ആളാണോ? മാലുഹു ചെയ്യാത്ത ആളാണ്. അപ്പൊ നെഗറ്റീവായിട്ടും കർത്താവ് വരും. മാ പ്രയോജനം ചെയ്തില്ല. അപ്പോൾ ചോദിക്കും മാ പ്രയോജനം ചെയ്തില്ല. എന്ത് പ്രയോജനം ചെയ്തില്ല എന്നാണ് ചോദ്യം. അപ്പൊ എന്ത്, ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് കർത്താവ്. ഓക്കെ. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് കർമ്മം. കർമ്മത്തിന്റെ കാര്യം ഇവിടെ ഒന്നും പറഞ്ഞില്ല നമ്മൾ. അത് അടുത്ത പ്രാവശ്യം ഞാൻ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ ടെസ്റ്റ് ഉണ്ട് അതിനിടയ്ക്ക് കേട്ടാ. മാലുഹു യൗമ. അപ്പൊ അതേപോലെ ഇവിടെ എന്താണ്? യൗമ ലാ തംലിക്കു, ഉടമപ്പെടുത്തുകയില്ല. അപ്പൊ നമ്മൾ ലാ തംലിക്കിനോട് ചോദിക്കുകയാണ്, ആരുടമപ്പെടുത്തുകയില്ല? അപ്പൊ ആര് എന്ന ചോദ്യം അവിടെ ഉണ്ട്. നെഗറ്റീവ് ആണെങ്കിലും ആര് എന്ന ചോദ്യമുണ്ട്. ഉടമപ്പെടുത്തുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നഫ്സ് അവിടെ പ്രവർത്തിയൊന്നും ചെയ്യുന്നില്ല. ചെയ്യാത്തത് ആര് എന്നാണ് ചോദ്യം. ചെയ്ത ആരെന്നും ചോദിക്കും, ചെയ്യാത്ത ആരെന്നും ചോദിക്കും. അപ്പൊ അവിടെയും എന്ത് വേണം?
കർത്താവ് വേണം. ലാ തംലിക്കു നെഗറ്റീവ് ആയ ഫീലാണെങ്കിലും അവിടെ എന്ത് ചെയ്യണം? കർത്താവ്. അപ്പോൾ നെഫ്സ്, അപ്പോ ആര് പ്രയോജനപ്പെട്ടില്ല, ആര് ഉപയോഗപ്പെടുത്തുകയില്ല എന്ന് ചോദിച്ചു. അപ്പോൾ നെഫ്സ് എന്ന് പറഞ്ഞു. കാരണം നെഫ്സിനാണ് ലമ്മത്തുള്ളത്. റഫിന്റെ സ്ഥാനത്ത് പ്രകടമായ അടയാളമാണ് ലമ്മത്ത്. ലമ്മത്ത് കൊണ്ടാണ് റഫ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് അത്. ഇതോടുകൂടി ഗ്രാമർ ഭാഗം ക്രിസ്റ്റൽ ക്ലിയർ ആയി. ഇനി ഒരു ആവർത്തനമേ ഇല്ല, ഇനി പരീക്ഷ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്നെടുക്കുന്ന ക്ലാസ് കൂടെ അടക്കം, ഇന്നെടുക്കാൻ പോകുന്ന ബക്കറുടെ ഭാഗം കൂടെ അടക്കം ചെയ്യും. പരീക്ഷയ്ക്ക് വരും. طيب الجلسة التاسعة من تدبر القرآن. തദബ്ബുർ ഖുർആനിലെ 9ാമത്തെ സിറ്റിംഗ് ആണ്. ഓക്കെ, 9ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ന് 70 മുതൽ 76 വരെ നമ്മളിന്ന് ചർച്ച ചെയ്യും. ഇപ്പോ അൽ ബഖറ 1 മുതൽ 76 വരെയും ഗ്രാമർ, ഫാഇല്, അതാണ് ജുംല ഫേലിയ വരെയും, ജുംല ഫേലിയ എന്താ പറയാ, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് വെർബ് വരെ, കർത്താവ് മാത്രമുള്ള ക്രിയ വരെയുള്ള ഭാഗവും കേട്ടോ അടങ്ങുന്ന പരീക്ഷ. ഫസ്റ്റ് ടെർമിനൽ എക്സാം. ടെർമിനൽ എക്സാം എന്നാ വേണ്ടത്? റമദാൻ 15-നാണോ 17-നാണോ? റമദാനിൽ പരീക്ഷ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, റമദാൻ വെച്ചിരിക്കുന്നത് ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ സൽക്കാരം നടത്താൻ വേണ്ടിയോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങാം. റമദാൻ കഴിഞ്ഞിട്ട് മതി. ശരി, അപ്പൊ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് വരാം. അപ്പോ പേജ് 11 വരെ അല്ലേ? 73ാമത്തെ സൂക്തം വരെ. നിങ്ങളെ പേജ് എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. ഞാനിവിടെ ഒരു മദീന പ്രിന്റിന്റെ പേജാണ് കൊടുക്കുന്നത്. 11ാമത്തെ പേജ് 76 വരെ. 11ാം പേജ് ലാസ്റ്റ് 76 വരെ. 1076. 3-4 മാസം കഴിഞ്ഞിട്ട് മതി പരീക്ഷ. അങ്ങനെയല്ല, നോമ്പ് കഴിഞ്ഞാട് മതി. ഇതിൽ ചോദിക്കുന്നത് നോമ്പ് കഴിഞ്ഞ പാടെ, നോമ്പ് കഴിഞ്ഞ പാടെ കേട്ടോ. നോമ്പ് കഴിഞ്ഞ പാടെ ഡേറ്റ് ചെയ്യാൻ വരും. ഇതിൽ ചോദിക്കുന്നത് വേറെ സംഭവം, നിങ്ങൾ ആഴങ്ങളിലേക്ക് ഇറങ്ങിയുള്ള ചോദ്യങ്ങളൊന്നും വരില്ല. ചോദ്യങ്ങൾ പഠനമാണ്, ആഴത്തിൽ ഇറങ്ങേണ്ടത്. തദബ്ബർ നിങ്ങളുടെ ബാധ്യതയാണ്, ബാക്കി പഠിപ്പിക്കൽ എന്റെ ബാധ്യത. എന്റെ ബാധ്യത പഠിപ്പിക്കലാണ്. ഇതെങ്ങനെയാണ്, എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പഠിപ്പിക്കൽ. ചിന്തിക്കാനുള്ള ക്ലൂകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും പ്രയാസകരമായതുകൊണ്ട് ആകുന്നു എന്നത് എന്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് നിർദ്ദേശം തന്നാൽ ഉസ്താദിനെ അനുസരിക്കലെന്താ? ഉസ്താദിനെ അനുസരിക്കുന്ന നിർബന്ധമാണോ? ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതിയോ? നിർബന്ധമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ പോരാ. കാരണം അല്ലാഹു തആല അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും, നിങ്ങളെ കൈകാര്യകർത്താക്കളെ അനുസരിക്കാൻ പറഞ്ഞു. അപ്പൊ കൈകാര്യകർത്താക്കളായിട്ട് ക്ലാസ് എടുക്കുന്ന ആൾ കൈകാര്യകർത്താവാണ്. അപ്പൊ അനുസരിച്ചില്ല, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച്
ഇത് കുറച്ചതാ, ലോസ് കുറച്ചതാ. അപ്പൊ പൂവൊക്കെ ഞാൻ തരുള്ളൂ. ഇഷ്ടം പോലെ. നിങ്ങൾ എന്ത് ചെയ്യണം? സൗകര്യമുള്ളവർ ലാഴത്തിലിറങ്ങി ചിന്തിച്ചു നോക്കുക. ഓക്കെ. അപ്പൊ ചോദിക്കുന്ന ഇതാണ് വാക്കർത്ഥം, പര്യായപദം, വാക്കർത്ഥം, പര്യായപദം, വിപരീത പദം, പിന്നെന്താ, അതേപോലെ ഖുർആനിക ഗ്രാമർ ഉണ്ടോ? ഉണ്ട്. ഖുർആനിക പദങ്ങളുടെ അർത്ഥം, സൂക്തത്തിന്റെ അർത്ഥം. ഖുർആനിക പദങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 വാക്കുകൾ ചേർന്നിട്ടുള്ള ഫ്രൈസ് ഉണ്ടാവും. പിന്നെ ഒറ്റ വാക്കുകൾ ഉണ്ടാവും. ഒറ്റ വാക്കർത്ഥം നേരത്തെ പറഞ്ഞു. ഒറ്റ വാക്കർത്ഥം, പര്യായപദം, വിപരീത പദം, അതൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പദസമുച്ചയം, പിന്നെ ആയത്ത്. ഇതൊക്കെയാണ്. പിന്നെ ക്ലിയർ ആയിട്ട് ഖുർആനിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇങ്ങനെയൊക്കെയാണ് അത് വരുന്നത്. സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടോന്ന് ചോദിച്ചാല് നമ്മള് ഫൈനൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് തന്നെ. നമ്മളെ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഫൈനൽ പരീക്ഷയില്ലേ, സെയിം സാധനം. അതിലെന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെയാണ് ഇതിന് ചോദിക്കുക. പിന്നെ അറബി വേറെ, ഖുർആൻ വേറെ ഇല്ല, ഇതിനകത്ത് തന്നെ ഉണ്ടാവും എല്ലാം കേട്ടോ. ടെർമിനൽ എക്സാം, ഫസ്റ്റ് ടെർമിനൽ എക്സാം, പിന്നെ അർദ്ധഭാഗം എക്സാം, അത് കഴിഞ്ഞിട്ട് ഫൈനൽ തദബ്ബർ ഫൈനൽ, തദബ്ബർ മെയിൻ എക്സാം. ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ ഇതിൽ ആയത്തിന്റെ അർത്ഥം, പര്യായപദം, പിന്നെ ഗ്രാമർ, നമ്മൾ പഠിച്ച ഗ്രാമറൊക്കെ ഉണ്ടല്ലോ, അത് ഒക്കെ ചോദിക്കും. എന്തൊക്കെയാണോ പറഞ്ഞത് ഇതിനകത്ത് അതൊക്കെ ചോദിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون. നമ്മൾ തദബ്ബുർ ഖുർആനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ഇടയ്ക്ക് നിർത്തിപ്പോയ, വിശ്വാസം വിട്ടുപോയാൽ എന്ത് ചെയ്യും നമ്മള്? എന്താ നമ്മൾ തജ്വീദ് പഠിച്ചു വെച്ചിരിക്കുന്നത്? അതിന് മുമ്പത്തെ പദങ്ങളോട് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ മുമ്പത്തെ പദങ്ങൾ വെച്ച് ആഡ് ചെയ്തിട്ട് പറയാൻ പറയും. അത് തജ്വീദില് നമ്മള് മീനിങ് അറിയാത്തതുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ്. ആശയം പൂർത്തിയാകുന്ന രീതിയിൽ മുമ്പുള്ള ഭാഗം ചേർത്ത് ഓതണം. ഇവിടെ എവിടെയായിരുന്നു നമ്മൾ നിർത്തിപ്പോയത്? അവിടെ എവിടെ നിർത്തിപ്പോയാൽ ആശയം പൂർത്തിയാകുന്ന രീതിയിൽ അവിടെയൊക്കെ നിന്ന് പോയാൽ എന്ത് ചെയ്യണം? വൈദലഖുല്ലദീന ആമനു വല എന്ന് ചേർത്ത് ഓതണം. അല്ലെങ്കിൽ ബിമാ ഫതഹല്ലാഹു അലൈക്കും അവിടെ നിന്ന് പോയാൽ ഖാലൂ അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും. അല്ലാതെ ബിമാ ഫതഹല്ലാഹു അലൈക്കും ചേർത്ത് അവിടെ നിന്ന് തുടങ്ങാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അതൊക്കെ നമ്മൾ തജ്വീദ്, അതായത് സാധ്യതയ്ക്കനുസരിച്ചാണ് ബാധ്യത. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ആയത്ത് ഓതിക്കൊണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആയത്ത് ആശയം മനസ്സിലാക്കി ഓതിക്കൊണ്ട് വരിക. അപ്പൊ ഓതിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലൊരു ആശയം വരും.
ആശയം വരുന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ആവർത്തിച്ച് പറയേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ട് ഒരു വാക്ക് രണ്ട് വാക്ക് ചേർത്ത് ആവർത്തിച്ചാൽ ചിലപ്പോൾ നെഗറ്റീവ് ആയി പോകും. പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. ചില സമയങ്ങളിൽ ഇപ്പൊ ഉദാഹരണം എന്താ പറയാ, കാലു ലൻ തമസ്സനാറുമില്ല അയ്യാമം മാദൂദ. അപ്പൊ നമ്മൾ ലെന്ന് മാറി തമസ്സനാറോ എന്ന് ഓതിയാലോ, ലെൻ വിട്ടിട്ട് കാലു ലൻ തമസ്സനാറുമില്ല അയ്യാമം മാദൂദ. അപ്പൊ എന്തായി? എന്നിട്ട് നമ്മള് രണ്ടാമതെടുത്ത് ഓതുമ്പോ തമസ്സനാറോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് ആയി. ലൻ തമസ്സനയാണ്. ആ പ്രപ്പോസിനൊന്നും ഒരിക്കലും വിടാൻ പാടില്ല. ഇല്ലാക്ക് ശേഷമുള്ളത് വാതാൻ പാടില്ല. അല്ലദീനക്ക് ശേഷമുള്ളത് തുടങ്ങാൻ പാടില്ല. അല്ലദീനെ തുടങ്ങുമ്പോഴും പലപ്പോഴും മുമ്പുള്ളത് ചേർത്ത് ഓതേണ്ടി വരും. മിക്കവാറും അല്ലദീനൊക്കെ വരുന്നിടത്ത് മിക്കവാറും ചേർത്ത് ഓതേണ്ടി വരും. ആയത്ത് തുടങ്ങുന്നിടത്ത് മാത്രമേ നമുക്ക് അല്ലദീനെ തുടങ്ങാൻ പറ്റൂ. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എവിടെ തുടങ്ങാൻ പറ്റുമോ നോക്കണം. തജ്വീദ് ഉസ്താദ്മാർ അങ്ങനെ പറയാറില്ല. തജ്വീദിന്റെ ഉസ്താദ് പറയാത്ത നമ്മൾ തജ്വീദ് പഠിക്കാനാണ് ചിന്തിക്കുന്നത്. ഞങ്ങളെ തജ്വീദ് പഠിപ്പിച്ചവർ പറയുന്നത് അങ്ങനെയാണ്. ആശയം മനസ്സിലാകുന്ന രീതിയിൽ തൊട്ട് മുമ്പ് ഒരു ഫെയില് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫെയിലിൽ നിന്ന് തുടങ്ങാൻ പറ്റുമെങ്കിൽ അത് ഉചിതമായിരിക്കും. ഒരു ക്രിയ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്രിയയിൽ തുടങ്ങാൻ പറ്റും പലപ്പോഴും. അപ്പൊ ചിലപ്പോൾ ലന്തമസന്നാറു എന്നുള്ള തമസ്സിന് ഫെയിലാണ്, അവിടെ തമസ്സിനെ തുടങ്ങാൻ പറ്റില്ല, കാരണം അവിടെ നെഗറ്റീവാണ്. അപ്പൊ നെഗറ്റീവ് തന്നെ ആക്കണം. അതേപോലെ ഖാല ഇത്തഖദല്ലാഹു വലദ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രണ്ടാമത് പോകുമ്പോഴത്തേക്ക് ഇത്തഖദല്ലാഹു വലദ എന്ന് പറയാൻ പറ്റുമോ? കാലുവാണ്. അപ്പൊ കാലു എന്ന കാലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാല വേറെയും അതിന് ശേഷമുള്ളത് വേറെയും മുറിക്കാൻ പാടില്ല. അവിടെ പറഞ്ഞ കാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർദ എന്ന് പറഞ്ഞാൽ കാല മാറ്റിട്ട് ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ പല സ്ഥലങ്ങളിലും ശരിയായെന്ന് വരില്ല. ഓക്കെ. നമ്മൾ മൂസാ നബി അലൈഹി സ്വലാമയോട് ജനങ്ങൾ ചോദിച്ച കാര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാം ജനങ്ങളോട് ബക്കറ ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമയെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ച കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചവര് ഉദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാഹിയ, വീണ്ടും ചോദിച്ചു അതെന്താണെന്ന് വ്യക്തമാക്കി അവൻ വ്യക്തമാക്കി തരട്ടെ. യുബയ്യിൻ ലനാ. അപ്പൊ യുബയ്യിന് നൂന് സുക്കൂനാണോ ദമ്മാണോ കെസ്റാണോ എന്താണോ യുബയ്യിന്? സുക്കൂനാണ്. എന്തുകൊണ്ട് സുക്കൂൻ വന്നു യുബയ്യിന്? കൽപ്പനക്രിയാണ് യുബയ്യിനും. അത് ദുആന്റെ അതിന്റെ റിസൾട്ടാണ്. അതിന്റെ അമ്രിന്റെ ജവാബ് എന്ന് പറയണം, അല്ലെങ്കിൽ അമ്രിന്റെ കൽപ്പനയുടെ റിസൾട്ട് എന്ന് പറയാം. ഓർഡറിന്റെ റിസൾട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ലമ്മിന്റെ രീതിയിലാണ് വരിക, ജസ്മി ചെയ്തിട്ടാണ് വരിക. അത് നമ്മക്കറിയില്ല, എനിക്കറിയില്ല. നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞു, ഇപ്പൊ വീണ്ടും പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞാണ്. പറഞ്ഞു, പക്ഷെ മനസ്സിലായില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂലേ? അപ്പൊ ഇവിടെ എന്താണ്? ഉദുഉ ലനാ ഓർഡറാണ്. ഓർഡർ ഒരു കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനയുടെ ഫലമായി എന്തുണ്ടാകണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും സന്ദർഭങ്ങളിൽ. കൽപ്പന വന്നാൽ ആ കൽപ്പനയുടെ ഫലമായി എന്തുണ്ടാകണം എന്ന് പറയും. അപ്പോ കൽപ്പനയുടെ ഫലമായി എന്തുണ്ടാകണം എന്ന് പറയുന്നു, അതിന് എന്തായിരിക്കും? സുക്കൂൻ ചെയ്യപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാകുക. എല്ലാം വരുന്ന പ്രയോഗമായിരിക്കും, ആ രീതിയിലായിരിക്കും വരിക. അതുകൊണ്ടാണ് ഉദുഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കൂ എന്നത് എന്താണ്? അവര് മൂസാ നബി അലൈഹി സ്വലാമയോട് പറയുന്ന ഓർഡർ ഫോമാണ്, കൽപ്പന രൂപമാണ്. ഉദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ. ആ ഉദുഉ എന്ന് പറയുന്ന കൽപ്പനയുടെ ഫലമായിട്ട് എന്തുണ്ടാകണം എന്നാ പറയുന്നത്? അവൻ വിവരിച്ചു തരട്ടെ. അള്ളാഹ് ഞങ്ങൾക്ക് വിവരിച്ച്, നീ അള്ളാഹയോട് പ്രാർത്ഥിച്ചാൽ അവൻ വിവരിച്ചു തരും എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ വരുന്നിടത്ത്
ജസ്മ ഉണ്ടാവും, സുക്കൂൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നിട്ട് എന്താ അവരടുത്ത് പറയുന്നത്? ഇന്നൽ ബഖറ തശാബഹ അലൈന. തശാബഹ. അപ്പൊ എന്തായി? ശാബഹ. തശാബഹ എന്നതാണ് പേര്. തശാബഹ. തശാബഹ എന്ന തദക്കറ ഗ്രൂപ്പ്. തശാബഹ അലൈന. തദക്കറയല്ല, നമ്മൾ പഠിച്ചത് തബാറക. തബാറക. തശാബഹ അലൈന, ഞങ്ങൾക്ക് പരസ്പരം സാദൃശ്യമുള്ളതായി. അവയെ രണ്ടെണ്ണത്തിൽ ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെയാണ്. രണ്ടും ഒരുപോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് വ്യക്തമാക്കി തരട്ടെ, ഏത് പശുവാണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കി തരട്ടെ. ഇഹ്തദ നമ്മൾ പഠിച്ചതാണ്, നേർമാർഗം പ്രാപിച്ചു. ഞങ്ങൾ മുഹ്തദ് ആകും. മുഹ്തദ്. മുഹ്തദുവിന്റെ ഏകവചനം എന്താണ്? മുഹ്തദിൻ, മുഹ്തദൂൻ. അതിന്റെ ഏകവചനം മുഹ്തദിൻ. അത് തന്നെ, മുഹ്തദിൻ. ഇപ്പൊ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, എല്ലാം പഠിച്ചു വെച്ചിട്ടാണ്. ഓക്കെ. കാല ഇന്നഹു യഖൂലു ഇന്നഹ. അപ്പൊ കാല ആര് പറഞ്ഞതാണ്? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. കാല മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. ഇന്നഹു, തീർച്ചയായും അവൻ. അവൻ ആരാണ്? അല്ലാഹു. ഉദുഅ റബ്ബക എന്ന് പറഞ്ഞപ്പോ അതിനോട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞ റബ്ബാണ്. ഇന്നഹു അവൻ. അവൻ എന്നതിനെ സൂചിപ്പിക്കുന്നത് റബ്ബ്. അതായത് ഉവ അല്ലെങ്കിൽ ഒരു സർവനാമം വന്നാൽ ആ സർവനാമത്തെ കുറിക്കുന്ന പദം നേരത്തെ വന്നിട്ടുണ്ടാവണം. അപ്പൊ നേരത്തെ വന്ന പദം എന്താണ്? റബ്ബ് എന്ന പദമാണ്. ഉദുഅ റബ്ബക, നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു ഇന്നഹു യഖൂലു, തീർച്ചയായും ആ റബ്ബ് പറയുന്നു. ഇന്നഹാ ബക്കറത്തുൻ, അത് ബക്കറത്തുൻ ഒരു പശുവാണ്. ലാ ദലൂലുൻ, അതെന്താകരുത്? അത് ഉപയോഗിച്ചതാകരുത്, വഴങ്ങിയതാകരുത്. ദലൂലുൻ, അതെന്താകരുത്? ഉപയോഗിച്ചതാകരുത്. അപ്പൊ നമ്മൾ ദില്ലത്ത് പറഞ്ഞല്ലോ. ദില്ലത്ത് എന്താ? നൂരിബത്ത് അലൈഹിം ദില്ലത്ത് പറഞ്ഞില്ലേ? അപ്പൊ എന്താണ്? വഴങ്ങിയവനാണ്, മറ്റുള്ളവരുടെ അഭീഷ്ടത്തിന് വഴങ്ങിയവൻ. എന്താണ് ട്രെയിൻഡോ? ട്രെയിൻ ചെയ്തപ്പോ എന്തായി? അവര് വഴങ്ങിയതായി. അവർ ട്രെയിനിങ് കൊടുത്തപ്പോൾ അവരെന്തായി? വഴങ്ങിയതായി. ആ ട്രെയിനർക്ക് വഴങ്ങിയതായി. അപ്പൊ എന്താണ് ഇവിടെ? ഉപയോഗപ്പെടുത്തിയതാകരുത്. ദലൂലുൻ, അത് വഴങ്ങിയതാകരുത്. എന്തിനു വേണ്ടി വഴങ്ങിയതാകരുത്? തുസീറുൽ അർള. അസാറ യുസീറു എന്ന് പറഞ്ഞാൽ ഉഴുതു മറിച്ചു. ഭൂമി ഉഴുതുന്ന. അതെ, ഉഴുതു മറിക്കും. അപ്പൊ അതെന്തായി? അത് നിലമുഴുകുന്ന പശു ആകാൻ പാടില്ല. നിലമുഴുകുന്ന പശുവിനെ കണ്ടിട്ടുണ്ട് ആരെങ്കിലും? കലപ്പയും കണ്ണും കലപ്പയും പറയും. അങ്ങനെ നിലമുഴുകുന്നതാകാൻ പാടില്ല. തുസീറുൽ അർള വലാ തസ്കിൽ ഹർസ. ഇവിടെ അസീർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അസീർ ഇസാറത്ത്, അത് ഉഴുതൽ എന്നുള്ളതാണോ? അസീർ എന്താണ്? അതിനോട് ഉസ്താദ് മീനിങ് തന്നപ്പോഴേ അസാറ യുസീറു. അസാറ യുസീറു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഏത് ഗ്രൂപ്പായിരിക്കും അത്? അല്ല, അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ അസീർ എന്ന് പറഞ്ഞത്. അസീർ, അസാറ യുസീറുവിന്റെ കൽപ്പന എങ്ങനെ വരും? കൽപ്പനയാണ് അല്ലെ? കൽപ്പനയാണ് അസീർ. ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ഡിഫിക്കൽട്ട് ഉള്ള ഫോംസ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. അതായത് അസാറ യുസീറു, മാളി മുലാരി, പിന്നെ അസിർ അതിന്റെ അമ്രാണ്, ഇസാറത്ത് അതിന്റെ ക്രിയാധാതുവാണ്. അപ്പൊ നമ്മൾ ഡിക്ഷണറി നോക്കി എങ്ങനെയൊക്കെ കാണും, അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
അൻസല ഗ്രൂപ്പ് അല്ലേ വരിക സാറ്? അസാർ ഏത് ഗ്രൂപ്പിലാണ്? അൻസലയാ. അഞ്ചല 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 യുഞ്ചിലു അസാറ യുസീറു അതാ യുത്തീർ പോലെ അതാ യുത്തീർ പോലെ അതാ യുത്തീർ പോലെ അതാ യുത്തീറിന്റെ കൽപ്പന എന്താണ്? അത്യം അത്യമാണ്. അതെ, അതേപോലെ അസിർ. അപ്പൊ എന്താണ്? അസാർ അത് ഉഴുതു മറിക്കുന്ന ഭൂമി ഉഴുന്ന ആകരുത്. വലാ തസ്കൽ ഹർസ സക്കായസ്കി സക്കായസ്കി. അപ്പം ആ ബക്കറത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തസ്കി പറഞ്ഞത്. അതെന്തായത്? കുടിപ്പിക്കുന്നതാകരുത്. ഹർസ കൃഷിക്ക് വെള്ളം ഒഴിക്കുന്നതാകരുതെന്ന്. കൃഷിക്ക് വെള്ളം ഒഴിക്കുന്ന കന്ധന ഇത് കണ്ടിട്ടുണ്ടോ? കാളെ പശുവിനെ തേവിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലത്ത്. അതെന്ത് ചെയ്യും? അതിങ്ങനെ വലിക്കും. കയറ് വലിക്കുമ്പോഴത്തേക്ക് താന്നു വരും. അപ്പൊ വെള്ളം എടുത്തിട്ട് ഒഴിക്കാം. ചക്രം ഉണ്ടാവില്ല? ചക്രം എന്തൊക്കെ ഉണ്ട് അത് ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടവര് പറയും. വെള്ളം നമ്മള് മറ്റേ ഇതില്ലേ, മറ്റേ ചക്രം കറക്കുന്നത് മനുഷ്യരല്ലേ? ചക്രം ഇതെന്തായിരിക്കും? ഈ സാധനം മറ്റേ വലിയ ഒരു കമ്പ് വയ്ക്കും. കമ്പ് വെച്ചിട്ട് ആ സാധനം പൊക്കുകയും താക്കുകയും ചെയ്യുള്ളൂ. മനുഷ്യൻ പണ്ട് കോരുന്നതിന് സമാനമായിട്ട് അല്ലേ? അതെ, വെള്ളം കോരിയല്ല. എങ്ങനെ കോരിയല്ല, ഒരു വടിയായിരിക്കും ഉണ്ടാവുക. നീളത്തെ ഒരു വടി ഉണ്ടാവും. ആ വടി കുറച്ച് പൊക്കത്തിലായിരിക്കും വയ്ക്കുക. അത് തന്നെ. ഈ സാധനം താക്കുമ്പോഴ് ആ അറ്റ എൻഡ് പൊങ്ങും. അപ്പൊ വെള്ളം പൊങ്ങി വരും. ഇവിടെ വിടുമ്പോഴ് വിടുമ്പോ താഴോട്ട് പോകും. അതുപോലെ എന്തെങ്കിലും കൃഷിക്ക് അത് വെള്ളം തേകുന്നതാകാൻ പാടില്ല, എന്തെങ്കിലും പണിയെടുക്കുന്നതാകാൻ പാടില്ല എന്നാ പറഞ്ഞു. വലാ തസ്കിൽ ഹർസ മുസല്ലമത്തുൻ. അതെന്തായിരിക്കണം? കുറ്റമറ്റതാകണം. മുസല്ലമത്തുൻ. ലാഷിയത്ത. വരയും കുറിയൊന്നും പാടില്ല. പാടുകളൊന്നും പാടില്ല. അടയാളങ്ങൾ, പാടുകളൊന്നും പാടില്ല. ലാഷിയത്ത. ലാഷിയത്ത എന്താണ്? അതെ, ലാഷിയത്ത് എന്ത് തരം പ്രയോഗമാണ്? ലാഷിയത്ത് ഗ്രാമറിലെ വർഗത്തെ നിഷേധിക്കുന്നില്ല. ഒരൊറ്റ അടയാളം പാടില്ല. പോലെ. അപ്പോൾ അവര് പറഞ്ഞു, അൽ ആന ജിഅ്ത ബിൽ ഹഖ്. ഇപ്പോഴാണ് നീ സത്യം കൊണ്ടുവന്നത്. നീ കൊണ്ടുവന്നു. നമ്മളെ വെളിയിൽ പോയി രണ്ട് ഡോഗിനെ കണ്ട്, സ്റ്റാർ കണ്ട്, അല്ലേ? നമ്മളെന്തെല്ലാം സൗണ്ട് വരുന്നുണ്ട് പുറത്തുനിന്ന്. ഓക്കെ, കൊണ്ടുവന്നു. അൽ ഹഖ് സത്യം. ഇപ്പോഴാണ് നീ സത്യം പറഞ്ഞത് എന്ന്. അങ്ങനെ അവർ അതിനെ അറുത്തു. അപ്പൊ ഷിയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ല. അൽ അലാമത്ത്. അലാമത്ത് അറിയാലോ, അടയാളം. അൽ അലാമത്ത് സവാദുൻ ഫി ബയാദിൻ ഔ ബയാദിൻ ഫി സവാദിൻ. വെള്ളയിലെ കറുപ്പോ കറുപ്പിലെ വെള്ളയോ, അത് എന്ത് അടയാളമായിരുന്നാലും അതാണ് അടയാളം എന്ന് പറയുന്നത് ഷിയത്ത്. എന്താ അർത്ഥം? അവര് പ്രവർത്തിക്കുമാറാകുമായിരുന്നില്ല. അവര് പ്രവർത്തിക്കാതിരിക്കുമായിരുന്നു. ആ പ്രവർത്തിക്കുക എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടാനുള്ള വഴിയായിരുന്നു നോക്കിയത്. വഇദ് ഖതൽതും നഫ്സൻ. അപ്പൊ ഈ മുമ്പ് പറഞ്ഞ വിഷയവും രണ്ടാമത് പറഞ്ഞ സംഭവം കൂടെ രണ്ടും ഒരുമിച്ച് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരും ഉണ്ട്.
രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരും ഉണ്ട്. അവരോടൊരു ഒരു മൃഗം ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ അവർ മൂസാ നബി അലൈഹി സ്വലാമയെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച് അവസാനം എങ്ങനെയെങ്കിലും അവരതിനെ അറുത്തു എന്ന വിഷയം വേറെയും, രണ്ടാമത് ഇനി പറയുന്ന വിഷയം വേറെയും പറയുന്നവരുണ്ട്. അതേപോലെ താഴെ വരുന്ന വിഷയം ഉണ്ടായപ്പോഴാണ് നേരെ വന്ന വിഷയം സംഭവിച്ചത് എന്നും പറയുന്നവരുണ്ട്. അതെന്താണെന്ന് നോക്കാം. വൈദ് ഖതൽതും നഫ്സൻ, അവർ ഒരു ആളെ കൊന്ന സന്ദർഭം. നിങ്ങൾ യാ ബനീ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ബനീ ഇസ്രായേലോട് പറയാണ് വൈദ് ഖതൽതും നഫ്സൻ, നിങ്ങൾ ഒരാളെ, ഇവിടെ ഒരു ആത്മാവിനെന്ന് പറഞ്ഞ ഒരാളെ കൊന്ന സന്ദർഭം ഓർക്കുക. ഫദ്ദാറഅതും, തർക്കിച്ചു അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി. ഞാനല്ല ഇതെന്ന് എല്ലാവരും പറഞ്ഞു. ഇദ്ദാറഅതും ഫിഹ, അവരതില് തർക്കമുണ്ടായിട്ട് ഞാനല്ല എന്ന് എല്ലാവരും ഒഴിഞ്ഞു മാറി. ഇദ്ദാറഅതും ഫിഹ, ആ വിഷയത്തിൽ ഞാനല്ല കൊന്നത് എന്ന് പറഞ്ഞു. വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ, നിങ്ങൾ എന്താണോ മാ കുൻതും തക്തുമൂനിന്റെ അർത്ഥം എന്തായിരിക്കും വരിക? നിങ്ങൾ എന്താണോ ഒളിച്ചു വെച്ചത്, അത് ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നത്, അത് മാ കുൻതും തക്തുമൂൻ, വാട്ട് യു ഹാവ് ബീൻ ഹൈഡിങ്. നിങ്ങൾ എന്തിനാണോ മറച്ചു വെച്ചുകൊണ്ടിരുന്നത് അതിനെ അള്ളാഹ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹു മുഖ്രിജുൻ, അഖ്റജ യുഖ്രിജു മുഖ്രിജ്, പുറത്തു കൊണ്ടുവരുന്നവനാണ്. മാ കുൻതും തക്തുമൂൻ. ഫഖുൽനാ ദ്രിബൂഹു ബിബഅദിഹാ, അപ്പോൾ നാം പറഞ്ഞു ദ്രിബൂഹു, ആ മയ്യിത്തിനെ നിങ്ങൾ അടിക്കുക. ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്, എന്നിട്ട് എന്ത് ചെയ്തു? അവരാണ് കൊന്നത്. അടിക്കേണ്ടത് ഈ പശുവിനെയാണോ അടിക്കേണ്ടത്? അതാണ് പറയുന്നത്. ദ്രിബൂ ഹു എന്നാണ് പറയുന്നത്. അപ്പൊ പശുവിനായിരിക്കും അടിക്കേണ്ടത്. ഹു ബക്കറയാണെങ്കിൽ ദ്രിബൂ ഹാ എന്ന് പറയുള്ളൂ. അല്ലോ സാർ, ഇപ്പൊ വേറെ ആളില്ലല്ലോ അവിടെ, അത് മുമ്പേ കഴിഞ്ഞതാണെങ്കിൽ ദ്രിബൂ ഹു, നിങ്ങൾ മയ്യത്തിനടിക്കുക. നഫ്സില്ലേ, നഫ്സ്, ഇവിടെ നഫ്സ് പറഞ്ഞിട്ടുണ്ടോ? ഇത് ഖതൽതും നഫ്സൻ, നഫ്സ് മരിച്ചു കഴിഞ്ഞാൽ എന്താവും? മയ്യിത്താവും. മയ്യിത്ത് മുദക്കറാണ്. അപ്പം ആ മയ്യിത്തിനെ നിങ്ങൾ അടിക്കുക. അതിന്റെ ഒരു ഭാഗം, അതിന്റെ കുറച്ച് ഭാഗം കൊണ്ട്. ഏതിന്റെ കുറച്ച് ഭാഗം? ഇവിടെയാണ് പണ്ഡിതന്മാര്, ഞാൻ അവസാനം വായിച്ച അല്ലെങ്കിൽ കേട്ട പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് ബാബി ഹ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബക്കറത്തിന്റെ കുറച്ച് ഭാഗം കൊണ്ട്. ബക്കറത്തിന് നിങ്ങൾ അറക്കുക. ബക്കറത്തിന്. അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? അവരിവിടെ നിന്ന് എന്ത് ചെയ്തു? ഒരു ഭാഗത്തു നിന്നും ഒരാളെ കൊന്നു. അതായത് ഒരാൾക്ക് നോക്കുമ്പോഴത്തേക്ക് വാപ്പാന്റെ കുടുംബത്തിലെ സ്വത്ത് വേണം. അപ്പോ വാപ്പാന്റെ ജ്യേഷ്ഠന്റെ മോൻ അല്ലെങ്കിൽ അനുജന്റെ മകനാണ് ഇയാൾ. അപ്പൊ വാപ്പാന്റെ ജ്യേഷ്ഠൻ അവിടെ ജീവിച്ചിരിക്കുകയാണ്. വാപ്പാന്റെ ജ്യേഷ്ഠൻ എന്ത് ചെയ്യണം? അയാൾ മരിക്കുന്നില്ല. അയാൾ കുറെ പ്രായമായിട്ടും അയാൾ മരിക്കുന്നില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? അനുജന്റെ ജ്യേഷ്ഠന്റെ മകൻ എന്ത് ചെയ്തു? വാപ്പാന്റെ ജ്യേഷ്ഠനെ തട്ടിക്കളഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവരുടെ ശത്രുക്കളുടെ ഭാഗത്ത് കൊണ്ടിട്ടു. ശത്രുക്കളുടെ ഭാഗത്ത് കൊണ്ടിട്ട് മൃതദേഹം ഇട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് മൃതദേഹം കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അതിന്റെ ദണ്ഡം തരണം, പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞു. ബ്ലഡ് മണി തരണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അതാണ് വിഷയം. അപ്പൊ എന്ത് ചെയ്തു? മൂസാ നബി അടുത്ത് വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹ് നിങ്ങളോട് ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പശുവിനെ അറക്കുന്നതായ സംഭവം വന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും അവരെന്ത് ചെയ്തു? പശുവിനെ അറുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ പശുവിന്റെ കുറച്ച് ഭാഗം കൊണ്ട് ആ ഡെഡ് ബോഡി അടിക്കാൻ പറഞ്ഞു. ദ്രിബൂഹു ബിബഅദിഹ, ആ പശുവിന്റെ ചില ഭാഗങ്ങൾ, ഒരു ഭാഗം അതിന്റെ കയ്യോ കാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം വെച്ച് എന്ത് ചെയ്യാം? ഈ ഡെഡ് ബോഡിയെ അടിക്കുക. ദ്രിബൂഹു ബിബഅദിഹ. അപ്പൊ എന്തായി? ഡെഡ് ബോഡി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഡെഡ് ബോഡി ആളെന്തായി? ഹയ്യായി.
എഴുന്നേറ്റ് പറഞ്ഞു, ആരാ കൊന്നത്? അനുജന്റെ മോനാണ് എന്നെ കൊന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? കജാലിക്ക് അള്ളാഹു മുഖർജിമാക്കുന്നു തക്തിമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മറച്ചു വെച്ചിരുന്നതിനെ അള്ളാഹ് വെളിയിൽ കൊണ്ടുവന്നു. കജാലിക്ക് യുഹ്യില്ലാഹുൽ മൗത വയുരീക്കും ആയാത്തിഹി. അപ്പൊ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിലൂടെ അള്ളാഹ് കാണിച്ചു കൊടുത്തു. അപ്പൊ ഒന്നെന്താണ്? സത്യം അള്ളാഹ് പൊളിച്ചു വെളിവാക്കും. നിങ്ങൾ മൂടി വയ്ക്കുന്ന സത്യത്തെ അള്ളാഹ് വെളിവാക്കും. യുരീക്കും ആയാത്ത് എന്നാണ് പറഞ്ഞത്. അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഒരു ദൃഷ്ടാന്തമല്ല, ഒരുപാട് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ മറച്ചു വെക്കുന്നതിന് അവൻ പുറത്തു കൊണ്ടുവരും. അതേപോലെ യുഹ്യില്ലാഹുൽ മൗത, അള്ളാഹ് മരിച്ചവരെ ജീവിപ്പിക്കും. അങ്ങനെ പല വിഷയങ്ങളും പല ദൃഷ്ടാന്തങ്ങളും അതിലൂടെ അള്ളാഹ് എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ലഅല്ലക്കും തഅഖിലൂൻ, ഇതിനാണ് ചിന്തിച്ച് ജനിക്കാൻ വേണ്ടി. തുമ്മ ഖസത് ഖുലൂബുക്കും. അപ്പൊ ഈ ആയത്ത് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ച ആയത്തും വേറെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമയും മൂസാ നബി അലൈഹി ഇസ്ലാം ആ കൗമിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് സൂറത്തു ആറാഫ് ഏതിലാണ് നമ്മൾ പറഞ്ഞത്? വഫാദിലെ വായിക്കാൻ പറഞ്ഞല്ലോ. ആദ്യം ഞാൻ പ്രത്യേകം എടുത്ത് കൊടുത്തിരുന്നു. അവരുടെ തേനിറക്കി, തവളയിറക്കി, പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാക്കി. ഇതെല്ലാം ദൃഷ്ടാന്തം ഒന്നിന് പിറകെ ഒന്നായി കാണിച്ചു കൊടുക്കുക. അതേപോലെ കടൽ പിളർത്തി അവരെ രക്ഷപ്പെടുത്തി. അവർക്ക് പാറയിലടിച്ചപ്പോ 12 അരുവി വന്നു. മഞ്ഞും സൽവയും നൽകി. നല്ല ആലയിക്കുമ്പോൾ ഹമാമ മേഘത്തിന്റെ തണൽ കൊടുത്തു. അങ്ങനെ ഒരു അനവധി ദൃഷ്ടാന്തങ്ങൾ. ഇത്രയും ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ അല്ലെങ്കിൽ മോചിസാത്തുകൾ നൽകപ്പെട്ട ജനം വേറെ തുല്യമായ ജനം വേറെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ടിട്ടും സുമ്മ കസത്ത് ഖുലൂബുക്കും. കസ എന്ന് പറഞ്ഞാൽ എന്തായി? ഉണങ്ങി വരണ്ടു, ഉറച്ചുപോയി. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉറച്ചുപോയി, കട്ടിയായി പോയി. ചുണ്ട് അടച്ച് അടയാതെ മറച്ച് മണിക്കണം. ഹിജാറ, അപ്പോൾ അത് കല്ലിനെ പോലെയാണ്. കല്ലുകളെ പോലെ. ഹിജാറത്ത് എന്താണ്? കല്ലുകൾ. അതിന്റെ ഏകോചനം എന്താ? ഹജർ. ഹജർ അസ്വദ് ആലോചിച്ചാൽ മതി. ഹജർ ഏകോചനവും ഹിജാറത്ത് ബഹുവചനമാണ്. അപ്പോ എല്ലാ ബഹുവചനത്തിനും മാത്രം ഉണ്ടാവില്ല. ചിലപ്പോൾ ഇഹ്വത്തിൻ പറയുന്ന പോലെ, ഹിജാറത്തിൻ പറയുന്ന പോലെ ഇവിടെ തുൻ ക്ലോസ്ഡ് തായാണ് ബഹുവചനത്തിലുള്ളത്. ഫഹിയക്കൽ ഹിജാറത്തി ഔ അല്ല അശദ്ദു ഖസ്വ. ഇവിടെ ഔ അല്ലെങ്കിൽ എന്നാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അതാണോ ഇതാണോ സംശയത്തിലെല്ലാം, മറിച്ച് എന്താണ്? അതിനേക്കാളും കടുത്തതാണ്. അപ്പൊ ചിലരുടെ ഹൃദയം കല്ലുപോലെയാണ്, ചിലരുടെ അതിനേക്കാളും കടുത്തതാണ് എന്നും പറയാം. കല്ലിനേക്കാളും കടുത്തുപോയി നിങ്ങളുടെ ഹൃദയങ്ങൾ. കല്ലിനേക്കാളും കടുത്തുപോയി നിങ്ങളുടെ ഹൃദയങ്ങൾ. നമ്മൾ ചിന്തിക്കേണ്ട സംഭവമാണ്. നമ്മുടെ ഹൃദയങ്ങളെല്ലാം കല്ലിനേക്കാളും കടുത്തതാണോ? ഒരാളുടെ മുഖത്ത് ചുറ്റിക കൊണ്ട് അടിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരാളുടെ പെടലിക്ക് ചുറ്റി കൊണ്ട് അടിക്കുമ്പോൾ ഒന്നിലധികം, ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, ആളിനെ ഒറ്റയടിക്ക് കൊല്ലുമ്പോൾ എവിടെയാണ് നമ്മുടെ ഹൃദയം? അപ്പൊ ഇത് ബനീ ഇസ്രായേലിന് മാത്രമല്ല, നമ്മുടെ ഉമ്മത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. നമ്മൾ പ്രത്യക്ഷമായി ഇന്നോ ഇന്നലെയോ വായിച്ച ഒരു സംഭവത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓരോ ഉദാഹരണങ്ങളിലൂടെയും നോക്കണം. എവിടെയാണ് കസ്വത്ത്, കാഠിന്യം എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ കുടിയേറുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഫഹിയക്കൽ ഹിജാറത്തി ഔ അശദ്ദു കസ്വ, അല്ല അതിനേക്കാൾ അശദ് കാഠിന്യമാണ്. കസ്വത്തൻ കാഠിന്യത്താൽ അതിനേക്കാൾ തീവ്രമാണ്. കസായക്കുസുവിന്റെ കസായക്കുസു ആണ്. കസായക്കുസു കാഫാണ്. കാഫ് ഇട്ടാൽ കസായക്കുസു, കടുത്തു, കടുകട്ടിയായി തന്നിട്ടില്ല. എന്റെ ഉസ്താദ് കസായക്കുസു കസ്വത്തിനോട്
അല്ല, അവിടെ ഞാൻ ഒരു ക്രിയാധാതു ഒഴിവാക്കില്ല. അവിടെ വാവ് വന്നു, 2 ക്രിയാധാതു ഉണ്ട്. അതെ, ഒരു ക്രിയാധാതു പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് വേറെ ക്രിയാധാതു പഠിച്ചാൽ കസായ കസു, കസുവത്തിൽ നിന്നാണ്. അഷദ്ദു കസുവ. അപ്പൊ കസായ കസു. ഇനി കസായ കസു എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു എന്നും അർത്ഥമുണ്ട്. കസ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി, അല്ല, അൽഹംദുലില്ലാഹ്. വസ്ത്രം ധരിക്കുമ്പോൾ എന്താ പറയുന്നത്? കസാനി, കസാനി, കസാനിഹ, കസാനി. അപ്പൊ എന്താണ്? ഉടുപ്പിച്ചു അല്ലെങ്കിൽ മറച്ചു. അതാണ് കിസ്വ എന്ന് പറയുന്നത്. കഅബയുടെ കിസ്വ ഉണ്ടല്ലോ, ആ കഅബയുടെ മൂടി. അപ്പൊ അത് കാഫാണ്, കെൽബിന്റെ കാഫ്, കിതാബിന്റെ കാഫ്. ഇത് ഖാഫാണ്. അപ്പൊ എന്താണ്? കട്ടിയായി. കസായ കസു. അതിന്റെ ക്രിയാധാതുവാണ് കസ്വത്ത്. അതൊന്ന് പറഞ്ഞുതരുമോ? ആ വസ്ത്രം ധരിക്കുമ്പോഴുള്ള അത് എന്താണെന്ന് പറഞ്ഞുതരുമോ? ഏത് വസ്ത്രം ധരിക്കുമ്പോഴുള്ള അതൊന്ന് പറഞ്ഞുതരുമോ? അത് ഓർമ്മയുള്ളവർ പറയും. വസ്ത്രം ധരിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ ബിഗൈരി ഹൗലിൻ മിന്നി. വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ബിഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഒന്നുകൂടി പറഞ്ഞാൽ മനസ്സിലായില്ല. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ ബിഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ആരെങ്കിലും ഗ്രൂപ്പിലിട്ടാ മതിയായിരുന്നു. വറസഖനീഹി. ആ പ്രാർത്ഥന ഗ്രൂപ്പിലിട്ടെന്നാ മതി. അതിടാന്നേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിന്റെ PDF ഒക്കെ കിട്ടും. PDF പിക്ചർ ഫോർമാറ്റ് ആയി കിട്ടും. അപ്പൊ എന്താണ്? കസ മറച്ചു അല്ലെങ്കിൽ മൂടി, വസ്ത്രം ധരിച്ചു. ഇവിടെ ഖാഫാണ്. കസായ കസു, കടുകട്ടിയായി. അപ്പൊ കല്ലിനേക്കാൾ കട്ടിയായി എന്ന് പറയാൻ കാരണം എന്താണ്? ഇന്ന മിനൽ ഹിജാറത്തി, കല്ലുകളിൽ നിന്നും ചിലതുണ്ട്. ലമാ, ഒന്ന്. യതഫജ്ജറു, തഫജ്ജറ, പൊട്ടിയൊഴുകി. യതഫജ്ജറു മിൻഹു, അതിൽ നിന്നും പൊട്ടിയൊഴുകും. പാറകൾ പൊട്ടിയിട്ടാണ് നെഹ്റുകൾ ഉണ്ടാകുന്നത്. അൻഹാർ, നദികൾ ഒഴുകും. അപ്പൊ ചില പാറകൾ ഉണ്ട്, ആ പാറകൾ പൊട്ടി നദികൾ ഒഴുകും. ഇന്ന മിൻഹ, അവയിൽ ചിലതുണ്ട്. ലമാ യശഖഖു, പിളർന്നു വരും. ആ പാറ തന്നെ എന്ത് ചെയ്യുന്നു? പൊട്ടിപ്പിളരുന്നു. മറ്റെന്താണ്? തഫജ്ജറ എന്ന് പറഞ്ഞാൽ പൊട്ടി ഒഴുകി. വെള്ളം ആ പാറയിൽ നിന്നും വെള്ളം പൊട്ടി ഒഴുകി. ഇവിടെ എന്താണ്? യശഖഖു, ആ പാറ തന്നെ പിളർന്നു വരുന്നു. ഫയഖ്റുജു മിൻഹുൽ മാ, അങ്ങനെ വെള്ളം പുറത്തേക്ക് വരുന്നു. ഇന്ന മിൻഹ ലമാ യഹ്ബിതു. യഹ്ബിത്തുവിന്റെ അർത്ഥം ചോദിച്ചാരാ? നമ്മൾ ഈ സൂറത്ത് തന്നെ പഠിച്ചല്ലോ. അത് തന്നെ. എന്താ പറഞ്ഞ്? യഹ്ബിതു പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇറങ്ങിപ്പോകും. അതെ. പുറത്തു വരുന്നു. ഹബത്ത യഹ്ബിതു, പുറത്തിറങ്ങി. അല്ല, ഇറങ്ങി എന്ന് പറഞ്ഞപ്പോ എന്തായി? അവിടെ സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങാൻ പറഞ്ഞത്. അപ്പൊ താഴേക്ക് ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് യഹ്ബിത്തു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞായിരുന്നു. നമ്മൾ അനൗൺസ്മെന്റ് ശ്രദ്ധിക്കണം. ആ വാക്ക് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അനൗൺസ്മെന്റ് അറബിയിൽ അറേബ്യ എയർലൈൻസിലൊക്കെ പോകുന്നവര് നോക്കുക എന്താണ് അവർ പറയുന്നതെന്ന്. യഹ്ബിത്തു എന്ന വാക്ക് ഉപയോഗിക്കും. ഹുബൂത്തൻ കാമിലൻ എന്നൊക്കെ പറയും. പൂർണ്ണമായി അത് ഇറങ്ങി തീരുന്നവരെ എന്ന് പറയും. അപ്പൊ ഹബിത്ത യഹ്ബിത്തു. അതെ. അപ്പൊ ഹബിത്ത് പറഞ്ഞ ഇറങ്ങിന്നോ? അതെ. യഹ്ബിത്ത് ഇറങ്ങും. അതിങ്ങനെ അത് ഇവിടെ എന്താണ്? പർവ്വതം ഇറങ്ങും എന്ന് പറഞ്ഞാൽ പർവ്വതം ഇങ്ങനെ താഴ്ന്ന് ഉതിർന്ന് താഴോട്ട് വരും. പർവ്വതം ഉതിർന്ന് താഴോട്ട് വരും. എപ്പോഴ്? മിൻ ഖശ്യത്തില്ല, അല്ലാഹ്. കാമിൽ എന്ന് പറഞ്ഞാല് പൂർണ്ണമായി. അതാണ് കാമില്, പൂർണ്ണമായത്. അപ്പൊ ഈ ഡ്രൈവിംഗ് ഒക്കെ എടുക്കുമ്പോ കാമിൽ എന്ന് പറയില്ല, നമ്മൾ ടെസ്റ്റ് പറയുന്നവര്. അതാണ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു. കാമിൽ എന്നാണ് പറയല് ഡ്രൈവിംഗ്. റൗണ്ട് ബോട്ടിൽ വരുമ്പോ അവര് കാമിൽ എന്ന് പറയും. കാമിലല്ല, റൗണ്ട് ബോട്ടിന് വേറെ വാക്ക്.
അല്ല റൗണ്ട് ഓഫ് മുഴുവനായി വരുന്നതിനാന്ന് കാമിൽ അപ്പൊ മുഴുവനായി വരുന്നത് കാമില് പൂർണ്ണമായും. അത് ഇപ്പോഴേ മനസ്സിലായത് കിട്ടുന്ന അതൊക്കെ നമ്മൾ ഓരോന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് അതിന്റെ 3 അക്ഷരം വെച്ച് സെർച്ച് ചെയ്യണം. കാമിൽ എന്ന് പറയുമ്പോ 3 അക്ഷരം ഏതൊക്കെയാണ്? കാഫ് മീമി ലാം. അതിലെ 3 അക്ഷരം അധികമായി വരാത്ത ഈ കാഫ് മീമി ലാം. അപ്പൊ എന്താണ് കാമിൽ? മീമ് ഇടയിൽ അധികമായി വരില്ല. മീമ് മഫ്ഊലുൻ ബിഹിക്ക് വേണ്ടി, മഫ്ഊലിന് വേണ്ടി തുടക്കത്തിൽ അധികമായി വരും. അതേസമയം ഇടയിൽ അധികമായി വരില്ല. അപ്പൊ കാഫ് മീമി ലാമാണ് 3 അക്ഷരം എന്ന് മനസ്സിലായി. അത് വെച്ചിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും. സെർച്ച് ചെയ്ത് നമ്മൾ ഡിക്ഷണറി ഒക്കെ പഠിപ്പിച്ചതായിരുന്നു ഇല്ലേ? ഫൈനലിന് മുമ്പ്, ഡിപ്ലോമ ഫൈനലിന് മുമ്പ് ഡിക്ഷണറി ഒക്കെ നോക്കാനാണ് പഠിപ്പിച്ചത്. നോക്കാം. ഓൺലൈനിലാണെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓഫ്ലൈനിൽ വാട്സപ്പ് ക്ലാസ്സിലൊന്നും കാണില്ല. ഓക്കെ, അപ്പൊ എന്താണ്? യഹ്ബിതു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ പർവ്വതം ഉതിർന്ന് താഴേക്ക് വരും. അള്ളാഹെ പഠിക്കുന്നുണ്ട്. അമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. മിൻ ഖശ്യത്തില്ലാ. ഖശ്യത്തില്ല, അള്ളാഹെ പഠിക്കുന്നുണ്ട്. ഖശ്യത്ത് ഇവിടെ പർവ്വതത്തിന്റെ കാര്യം പറയുന്നത്. പർവ്വതത്തിന്റെ കാര്യമാണല്ലോ പറയുന്നത്. പർവ്വതത്തിന്റെ കാര്യമാണ് പറയുന്നില്ല. ഇന്ന മിനൽ ഹിജാറത്തി, പർവ്വതങ്ങളിൽ ഉണ്ട്. പർവ്വതങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളിൽ ചിലതുണ്ട്. ലമാ ഒന്ന്, യതഫജ്ജറു പൊട്ടിയൊഴുകുന്നു, മിൻഹു അതിൽ നിന്നും, അൽമാഉ വെള്ളം പൊട്ടിയൊഴുകുന്നു. ഇന്ന മിൻഹ എന്ന് പറഞ്ഞാൽ ആ ഹിജാറത്തിലുണ്ട്. കല്ലുകളല്ലേ ഉസ്താദേ? അതെ, കല്ലുകൾ, പാറ, പർവ്വതം. അജൽ അസ്വദ് എന്ന് പറഞ്ഞപ്പോ എന്തായി? ചെറിയ കല്ലാണോ? ചെറിയ കല്ലല്ല. ഓക്കെ, അതാണ് പറഞ്ഞത്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മാ യഅമലു ളാലിമൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങൾക്ക് ഇനി ശേഷം വരാനുള്ളവരും ചെയ്യുന്നതിനെ കുറിച്ച്. അമ്മാ യഅമലൂൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയവർ ചെയ്തതിനെ കുറിച്ച്. എല്ലാത്തിനെ കുറിച്ചും അള്ളാഹു, ഒന്നിനെ കുറിച്ചും അള്ളാഹു അശ്രദ്ധനല്ല. എന്തിനാണ് അള്ളാഹ് അശ്രദ്ധനല്ല എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ ശ്രദ്ധയുടെ പൂർണ്ണതയെ പറയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ അള്ളാഹുവിന് ന്യൂനത ഇല്ലെന്നാണ് പറയുന്നത്. അള്ളാഹു ബിഗാഫിലിൻ, അള്ളാഹുവിന് അശ്രദ്ധയില്ല. അപ്പൊ എന്താ? ശ്രദ്ധ, അള്ളാഹുവിന്റെ ശ്രദ്ധ പൂർണ്ണമാണ്. അള്ളാഹുവിന്റെ ഇൽമിന്റെ പരിപൂർത്തി അല്ലെ പൂർത്തീകരണം പറയുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാണ് എന്നർത്ഥമാണ്. അപ്പൊ തത്മഊൻ, നിങ്ങൾ യത്മഉ ആഗ്രഹിക്കുന്നുണ്ടോ? യത്മഉ കേട്ടോ, മോഹിച്ചു. യത്മഉ. അപ്പൊ തത്മഊന സമിഅ യസ്മഉ പോലെ. അപ്പൊ തത്മഊന നിങ്ങൾ മോഹിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ? അയ്യുമിനൂ ലക്കും, നിങ്ങളിൽ വിശ്വസിക്കും എന്ന്. വഖദ് കാന ഫരീഖും മിൻഹും. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കേണ്ടതില്ല. നിങ്ങൾ, അതായത് സാധ്യതയില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഉള്ള ചോദ്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ വിശ്വസിക്കുമെന്ന് പറയാൻ? സാധ്യതയില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. കാരണം ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? യഹൂദിനെ കുറിച്ച് പറയുന്നത്. തത്വമാവനെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഇവിടെ വിശ്വാസികളെ അഡ്രസ് ചെയ്യുകയാണ്. അതെ, ഇവിടെ വിശ്വാസികളെയാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ തത്വമാവനും എന്നിട്ട് പറയാണ് വഖദ് കാന ഫരീഖും മിൻഹും, അവരിൽ നിന്നുള്ള ഒരു വിഭാഗം, യസ്മഊന അവര് ആയിരുന്നു, ഖദ് കാന ഫരീഖും തീർച്ചയായും അവരായിരുന്നു എന്നാണ്. അത് പാസ്റ്റ് ടെൻസിനോടൊപ്പം വന്നാൽ തീർച്ചയായും എന്ന അർത്ഥമാണ്. ഖദ് കാന ഫരീഖും മിൻഹും തീർച്ചയായും അവരിൽ നിന്ന് ഒരു വിഭാഗം ആയിരുന്നു, യസ്മഊന കലാം അല്ലാഹി, അള്ളാന്റെ കലാമിനെ അവർ കേട്ടുകൊണ്ടിരുന്നു. ثم يحرفونه حرف മാറ്റിമറിച്ചു, വ്യതിചലിപ്പിച്ചു.
കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞാല് മാളിയല്ലേ? കഴിഞ്ഞ കാലം മാറി. ഇപ്പൊ നിങ്ങൾ നേരത്തെ അറബി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ മലയാളം പറഞ്ഞു എനിക്ക് മനസ്സിലാവും. ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ മലയാളം പറയണോ, അറബി പറയണോ, ഇംഗ്ലീഷ് പറയണോ? പാസ്റ്റ് ടെൻസ്. മനസ്സിലാക്കില്ല. ഇത് ഏത് നോക്കി ഇപ്പൊ പരീക്ഷക്ക് പഠിക്കാന്നുള്ള അപ്പൊ ഞാൻ ആലോചിക്കുന്നത്. ഇത് നമ്മൾ നേരിട്ട് നമ്മൾ ഓരോ ക്ലാസ്സും കേട്ട് അപ്പോൾ തന്നെ പിന്നെ ഈ വീഡിയോ കേൾക്കാൻ നിൽക്കരുത്. ഈ ഖുർആനിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കാൻ പഠിക്കണം. ഓരോ ക്ലാസ്സും കേട്ടിട്ട് ഒരു ക്ലാസ് കേൾക്കുക, അതിന്റെ അടുത്ത വീഡിയോ കേട്ടിട്ട് നോട്ട് തയ്യാറാക്കുക. പിന്നീട് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, ഖുർആൻ വായിക്കുമ്പോൾ മനസ്സിലാകാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടെക്സ്റ്റും പിന്നെ പോക്കറ്റ് ഗൈഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്താ നോക്കി അത് നല്ലൊരു ബിസിനസ് ആണെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഞാൻ നേരത്തെ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചാണ്. ഒരുപാട് കാശ് കിട്ടും. സാധാരണ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഓരോ പുസ്തകശാല നോക്കി അവിടെ ചെന്ന് നോക്കിയാൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ സ്കൂളിൽ ചെല്ലാതെ അവര് ആ പുസ്തകം അവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റും. യൂണിഫോം അവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റും. എടുത്ത് പഠിക്കാൻ പറ്റുക? നമ്മളിതിന്റെ ഒന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യാഖ്യാനത്തിൽ പോയിട്ടില്ല. നമ്മള് ഏകദേശമുള്ള വ്യാഖ്യാനത്തിലാണ്. കാര്യങ്ങൾ മനസ്സിലാകുന്ന വിഷയമാണുള്ളത്. അതിന് നിങ്ങൾ ഏത് വ്യാഖ്യാനം എടുത്താലും എനിക്ക് യാതൊരു ഒബ്ജക്ഷൻ ഇല്ല. വ്യാഖ്യാനത്തിന്റെ നൂലാമാലകളിലല്ല പോകേണ്ടത്. നമ്മൾ ഖുർആൻ വീണ്ടും വായിച്ചാൽ എനിക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ആ ഷോർട്ടിൽ എന്താണെന്നുള്ളത് തഫ്സീർ നോക്കാം. അവരെന്ത് ചെയ്തിരുന്നു? കാരണം ഫരീഖും യസ്മഊന കലാമല്ലാഹി മിൻ ബഅദി മാ അഖലൂഹു, അല്ല, യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു, സുമ്മ യുഹരിഫൂനഹു, പിന്നീട് അതിനെ എന്ത് ചെയ്തു? മാറ്റിമറിച്ചു അല്ലെങ്കിൽ തിരിച്ചു വിട്ടു. ഹർറഫ യുഹരിഫു, തഹ്രീഫ്. മിൻ ബഅദി മാ അഖലൂഹു, അവർ ഗ്രഹിച്ചതിന് ശേഷമാണ്. വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട്. അപ്പൊ ഈ വാവ് എന്താണ്? ഇപ്പൊ നീ തഫ്സീർ വായിക്കണം ചോദിച്ചിട്ട് അയാൾ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? സന്ദർഭത്തെ സൂചിപ്പിക്കുന്നതാണെന്നൊക്കെ അറിയാം. അൽഹംദുലില്ലാ, അത്രയും അറിയാമല്ലോ. അത് മതി. ഒന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞ് വെറുതെ ആണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാം അറിയാം. എല്ലാം അറിയുന്നുണ്ട്. ഇത് ഏതോ പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ പഠിച്ച് വാങ്ങിയാളാ. കിട്ടില്ല എന്നുള്ള പേടിയാണ്, അത്രേ ഉള്ളൂ. ഏത് പരീക്ഷയ്ക്കാണ് റാങ്ക് കിട്ടിയത്? റാങ്ക് ഇതുവരെ 4, 3, 2 ഒക്കെ കിട്ടിയിരുന്നു. നമ്മൾ മുമ്പ് പഠിച്ചു. കാലു ആമന്ന, അവിടെ പഠിച്ചത് വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം എന്നാണ് പറഞ്ഞത്. അവർ ഒറ്റയ്ക്കായാൽ. ഇവിടെ എന്താണ്? വൈദാ ഖലാ ബഅദുഹും, അവരിൽ ചിലർ ഒറ്റയ്ക്കായാൽ. ഇലാ ബഅദിൻ, അവരിൽ ചിലരിലേക്ക്. ഖാലു, അവർ പറയും, അതുഹദ്ദിസൂനഹും, നിങ്ങൾ അവരോട് പറയുകയാണോ? ബിമാ ഫതഹല്ലാഹു അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ഫതഹ ഓപ്പൺ ചെയ്ത് തന്നത്, വെളിപ്പെടുത്തി തന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, അറിയിച്ചു തന്നത്, നിങ്ങൾ അവരോട് പറയുകയാണോ? ലിയുഹാജ്ജൂക്കും ബിഹി, അതെന്താണെന്ന് ചോദിച്ചാല്, ഇപ്പം ഈ ജൂതന്മാരിൽപ്പെട്ട കുറെ ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഇസ്ലാം സ്വീകരിക്കും. ഇസ്ലാം സ്വീകരിച്ചിട്ട് എന്താ ചെയ്യുന്നത്? അവർ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വരുന്നില്ല. മറിച്ച് എന്താണ്? അവർ കപടവിശ്വാസികളായി അവരുടെ ആൾക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യും. ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? കുറെ കാര്യങ്ങൾ ഇവരോട് പറയും, വിശ്വാസികളോട് പറയും. അവരുടെ കിതാബിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസികളോട് പറയും, തൗറായിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസികളോട് പറയും. തിരിച്ചവര് അവരുടെ ആൾക്കാരോട് ചെല്ലുമ്പോൾ അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായ കിതാബിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതാ ഹലാ ബാദുഹും ഇലാ ബാദിൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ കപടവിശ്വാസികളായി ഇസ്ലാമിലേക്ക് വന്ന യഹൂദികളെ സംബന്ധിച്ചോളം അവര് കിതാബിനെ, തൗറയെ കുറിച്ച് അറിവുള്ള ആൾക്കാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവർ ഇവരെ ചോദ്യം ചെയ്യുന്നതാണ്.
നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് പറയുന്നുണ്ടോ? അത് പറഞ്ഞു കൊടുക്കുകയാണോ? ബിമാ ഫതഹല്ലാഹു അലൈക്കും. ഇനി അവരെന്ത് ചെയ്യും? ലിയുഹാജ്ജൂക്കും ബിഹി, അത് മുഖേന അവരെന്ത് ചെയ്യും? ഹാജ് എന്താണ്? വാദപ്രതിവാദം നടത്തും, തെളിവ് സമർപ്പിക്കും, ഹുജ്ജത്ത് സമർപ്പിക്കും. എവിടെ? ബിഹി, അത് മുഖേന. എന്താ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ. നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ തൗറാത്തിലുള്ള കാര്യം നമ്മള് പിന്നെ ഇത് ഈ തൗറാത്തിലുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ഖുർആനിൽ പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തൗറാത്തിലുള്ള കാര്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ആ ജൂതന്മാരൊക്കെയും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, പിന്നീട് എന്തുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വന്നില്ല എന്ന് ചോദ്യം ഉണ്ടാകും. അപ്പൊ അത് മുഖേന റബ്ബിന്റെ അടുക്കൽ, നിങ്ങളെ റബ്ബിന്റെ അടുക്കൽ അവർ ന്യായപ്രമാണം നിരത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അള്ളാഹ് വെളിപ്പെടുത്തി തന്ന കാര്യം നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുകയാണോ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ. എഴുത്താറായല്ലേ? ഓക്കെ. ലഖുല്ലദീനയുടെ മാളി എന്താണ്? ഏതിന്റെയാണ്? കലാമുല്ലാഹി എന്ന് പറഞ്ഞാൽ കൗലുല്ലാഹി, കലാമും കൗലും. കലാമിന് കൗലം മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞല്ലോ, അതേപോലത്തെ കൗലും ഉണ്ട്. കൗലാണ് കലാം എന്ന് പറയുന്നത്. അതെ, കാല യഖൂലു ഖൗലുൻ. അപ്പൊ തമിയ എന്ന് പറഞ്ഞാല് തമിയ യത്മാവ് ആഗ്രഹിച്ചു, വ്യാമോഹിച്ചു, അല്ലെങ്കിൽ മോഹിച്ചു അല്ലെങ്കിൽ ആഗ്രഹിച്ചു. തമാഴ് ആഗ്രഹം. അപ്പൊ കൗലിന്റെ എന്താ ഇപ്പൊ പറഞ്ഞത്? കൗല് എന്ന് പറഞ്ഞാൽ കലാമിന്റെ പര്യായപദമാണ് കൗല്. കൗലിന്റെ പര്യായപദമാണ് കലാം. അപ്പൊ പര്യായപദം എഴുതാൻ പറഞ്ഞാൽ കലാം ചോദിച്ചാൽ കൗല് എഴുതണം, കൗല് ചോദിച്ചാൽ കലാം എഴുതാം. അപ്പൊ വാക്ക് കലാം പറഞ്ഞാല് അത് തന്നെ. ഉസ്താദിനൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നോ ഓഫീസ് നമ്പറിൽ? എനിക്ക് നമ്പർ കിട്ടി, ഞാൻ വിളിക്കാൻ പറ്റിയില്ല. ഇന്നലെയൊക്കെ തിരക്കിലായി. ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. നാളെ ഇൻഷാ അല്ലാഹ് നോക്കാം. അവരെന്തിന്റെ ആൾക്കാരാണ്? ചോദിച്ചപ്പോ തന്നതാണ്. അല്ല, ഒരിത് ചോദിച്ചപ്പോ അവരോട് ബന്ധപ്പെടാൻ മറ്റൊരാൾ തന്നതാണ്. ഞാൻ വിളിച്ചു നോക്കാം. അതുപോലെ ഏതോ പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെയാണ് തോന്നുന്നത്. ഏതിന്റെ എനിക്കറിയില്ല. എന്തിന്റെയും ആയിരിക്കും. സക്കാത്തിന്റെ എന്തോ ആണല്ലോ കണ്ടത്. അതെ സക്കാത്ത് ഫൗണ്ടേഷൻ, അത് ഇതിന്റെയാണ് തോന്നുന്നത്. അപ്പൊ അതിലെ കർത്താവ് ആരാണ്? ഫെയിൽ ഏതാണ്? യഖ്റുജു മിൻഹുൽ മാ, കർത്താവ്, യഖ്റുജു ക്രിയ. മായിൽ അടയാളം എന്താ? കർത്താവിന്റെ അടയാളം എന്താണ്? ഒന്നും പറഞ്ഞില്ല. മിൻ ഖശിയത്തില്ലാഹിലെ അള്ളാഹ് എന്ന നാമത്തിൽ കസ്റ എങ്ങനെ വന്നു? ഇളാഫത്ത് ചെയ്തപ്പോൾ. ഇവിടെ മഫ്ഊൽ ബിഹി വന്ന വാക്കൊന്നും വന്നില്ല അല്ലേ? തുസീറുൽ അർള. തുസീറുൽ അർളയില് ഫിഅൽ ഏതാണ്? ഫാഇൽ ഏതാണ്? മഫ്ഊൽ ബിഹി ഏതാണ്? തുസീറു ഫിഅൽ. അതിലുള്ള
മഫ്ഊലുൻ ബിഹി അഥവാ കർമ്മം. കർമ്മം അഥവാ മഫ്ഊലുൻ ബിഹി. പിന്നെ ഫായിലവിടെ ഫായില് തുസീറുലുള്ള ഉഴുതാത്തത് ഏതാണോ അത് എന്താണ്? തുസീറു ഉഴുതുന്നത്. അല്ല, ഉഴുതുന്നത് ഹി അല്ലേ വരെയുള്ളൂ? അതിനകത്തുള്ള ഹിയ. ആ, അതിനകത്തുള്ള ഹിയ. അതേപോലെ തന്നെയാണ് ലാ തസ്കിൽ ഹർസ. ഫസബഹൂഹ അതിലെന്താണ് ഫായിൽ ഏതാണ്, ഫീൽ ഏതാണ്, മഫ്ഊലുൻ ബിഹി ഏതാണ്? ഹായ് എന്നുള്ളതാണ് മഫ്ഊലുൻ ബിഹി. സബഹ എന്നുള്ളതാണ്, സബഹു എന്നുള്ളതാണ് അതിലത്തെ ഫായില്. പിന്നെ സോറി ഫിയല്. പിന്നെ ഹുമ്മാണ് അതിനകത്തുള്ള ഹുമ്മ എന്ന് പറയണം കേട്ടോ. ഓക്കെ, അകത്തുള്ള ഹുമ്മ എന്ന് പറയണം. അകത്തുള്ള ഹുമ്മ അല്ലേ കർത്താവല്ലേ? അത് തന്നെ. ഇതൊക്കെ എന്തൊക്കെയോ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ സഖ എന്നുള്ളതിന്റെ അർത്ഥം വെള്ളം നനച്ചു എന്ന് പറഞ്ഞല്ലോ. അതെ, കുളിപ്പിച്ചു. ഡ്രൈവ് ചെയ്തു എന്നുള്ളതിന്റെ സഖ എന്താണ്? അതെന്താണ്? സാക്കയാണ്. സാക്ക. ശരി. സാക്ക നയിച്ചു, ലീഡ് ചെയ്തു, നയിച്ചു. ഡോക്ടറിന്റെ ശബ്ദം കേട്ടിട്ടില്ലല്ലോ ഇതിനകത്ത്. അതിന്നുണ്ടായിട്ടുള്ള ഡ്രൈവർ എന്നുള്ളത് ഉണ്ടായുള്ളത്. അതെ, സാക്ക യസൂക്ക് എന്നാണ് സായക്ക് വന്നു. സാക്ക യസൂക്ക്, സായക്ക്. സക്കായസ്കി കുടിപ്പിച്ചു. സാക്ക യസൂക്കു അത് രണ്ടിനും അക്ഷരം വ്യത്യാസം വന്നിട്ടില്ലേ? സക്കായിൽ അവസാനമാണ് അലിഫുള്ളത്, മറ്റൊരു സാക്കയിൽ ഇടയിലാണ് അലിഫുള്ളത്. അതെ അതെ. അല്ല, ഡോക്ടറിന്റെ ശബ്ദം ഈ തദബ്ബുൽ ഖുർആൻ ഇതുവരെ കേട്ടതായിട്ട് ഓർക്കുന്നില്ല. പുതിയ തുടക്കത്തിൽ ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് കയറിയതാണ്. 3 ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ? സക്കായിഡ് എന്ന് പറയൂ ഉസ്താദേ. സക്കായിഡ് സക്കായസ്കി, സക്കായസ്കി. അപ്പൊ എന്താണ്? സക്കായസ്കിയിൽ അവസാനമല്ലേ അലിഫുള്ളത്. സാക്ക യസൂഖില് ഇടയിലാണ് അലിഫുള്ളത്. അതായത് സക്കായസ്കിയും സാക്ക യസൂഖും രണ്ടും രണ്ട് വെർബാണ്. രണ്ട് തികച്ചും വ്യത്യസ്തമായ ക്രിയയാണ്. ഒന്നിൽ നിന്നും മാറി വന്നതൊന്നുമല്ല. അതിന്റെ തെളിവായിട്ടാണ് ഞാൻ പറഞ്ഞത്. സാക്ക എന്ന് പറഞ്ഞാൽ സീന് അലിഫ് ഖാഫാണ് ഉള്ളത്. സക്കായില് സീന് ഖാഫ് അലിഫാണ്. രണ്ടും തികച്ചും വ്യത്യസ്തമായ ക്രിയയാണ്. പിന്നെ അതുപോലെയുള്ള ക്രിയൊന്നുമല്ല. സാക്ക നയിച്ചു. സായക്കും ഷഹീദ് ഉണ്ടല്ലേ? സായക്ക് നയിക്കുന്നവൻ. രണ്ടും കാഫ് തന്നെയാണ് അല്ലേ? രണ്ടും കുത്തുള്ള കാഫ് തന്നെയാണ്. പുള്ളിയുള്ള കോഫ് തന്നെയാണ്. വേറെ അപ്പൊ ഇതേപോലെ കർത്താവും കർമ്മവും ക്രിയയും ഒരുമിച്ച് വരുന്നതും കണ്ടാൽ നമുക്ക് മനസ്സിലാകും. പിന്നെ എന്താ നമുക്ക് അറിയാത്തത്? ഇല്ല, മനസ്സിലാവില്ല. മനസ്സിലാവൂലേ? മനസ്സിലാകാത്ത എന്താ? ഈ മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലാകാത്തത് മനസ്സിലാകാതെ പോകും, മനസ്സിലായതും മനസ്സിലാകാതെ പോകും. അപ്പൊ അതുകൊണ്ട് കുറച്ച് മനസ്സിലാകാനുണ്ടെങ്കിലും പറയേണ്ടത് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാകാനുണ്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞോ. എനിക്ക് മനസ്സിലായില്ല എന്ന് പറയരുത്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ. അതിന് ഒരു ഉദാഹരണം ഞാൻ മലയാളത്തിൽ ചില വാക്കുകൾ പറഞ്ഞുതരാം. പോയി എന്ന് പറഞ്ഞു. പോയി, അതിന്റെ ഭാവി കാലം എന്താണ്? പോകും. അപ്പൊ എങ്ങനെയാ കാ വന്നത്? ചെറുപ്പത്തിലേ നമ്മൾ പറഞ്ഞു ശീലിച്ചുകൊണ്ട്. അതേപോലെ പറഞ്ഞു ശീലിക്കുക, കേട്ട് ശീലിക്കുക, അതാണ് ഭാഷ. അല്ലാതെ നമ്മൾ അതിന്റെ ഇഴ കീറി, എന്താ പറയാ, അതിന്റെ മുടിനാരിഴ കീറിയതുപോലെ
അതിന്റെ വളരെ നേർത്ത ഇഴ കീറിയിട്ട് അതിന്റെ ഇടയിലുള്ള എല്ലാ ഗ്രാമറും മനസ്സിലാക്കലല്ല. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു വാക്ക് പറയുമ്പോൾ ഇതേപോലെ വാക്ക് പിന്നെ വരും, അപ്പോ പറയണം അതൊന്ന് വ്യക്തമാക്കി തരണം എന്ന് പറയണം. അപ്പോഴും പറഞ്ഞുതരും. ഇനി അങ്ങോട്ടുള്ള നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാൽ പറയേണ്ടതാണ് ഈ ആണുള്ള ക്ലാസ് അല്ല. എന്റെ അറിയപ്പെട്ടിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞു. ഇത് അവസാനത്തെ ക്ലാസ്സാണ്. റമദാനിന് മുമ്പ് പരീക്ഷയ്ക്ക് മുമ്പുള്ള. ഇത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ. ഈ ക്ലാസ് ഇല്ല. റിവിഷന്റെ വല്ല നോട്ട്സ് വാട്സാപ്പിൽ വരുമോ? റിവിഷൻ നോട്ടൊന്നും ഇല്ല. എല്ലാ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഒന്നുകൂടെ കാണുക. കാണാൻ നേരത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. അപ്പൊ 1 മണിക്കൂറിന്റെ ചിലപ്പോൾ അരമണിക്കൂറിനെ കാണാം. എന്താണ് പറഞ്ഞത്? ഹദ്ദസ എന്ന് പറയുക. ഹദ്ദസയുടെ അർത്ഥം തുഹദ്ദിസൂനഹു എന്നുള്ള പോലെ. ഹദ്ദസ നമ്മൾ എവിടെ സൂറത്തുൽ ദുഹയിൽ എന്താ പഠിച്ചത്? സംസാരിച്ചു. സംസാരിച്ചു. നിങ്ങൾ സംസാരിക്കുകയാണോ? അതിലും ഈ കർത്താവും കർമ്മവും ക്രിയയുമില്ലേ? ഉണ്ടല്ലോ. ക്രിയയുടെ അവസാനം സർവനാമം എന്താ പറയാ, സർവനാമം അറ്റാച്ച് ചെയ്ത് വരുന്നതെല്ലാം അപ്പോഴും ബിഹി ആയിരിക്കും, അഥവാ കർമ്മമായിരിക്കും. പിന്നെ എല്ലാ ക്രിയയിലും കർത്താവ് ഉണ്ടാകും. അപ്പൊ ഇവിടെ വ്യക്തമായ ഒരു നാമം കർത്താവായി വരുന്നില്ലെങ്കിൽ ഒളിഞ്ഞ സർവനാമം കർത്താവായിട്ട് എടുക്കണം. അതിനാണ് ഒളിഞ്ഞ സർവനാമത്തിന് ഒളിഞ്ഞ വാക്കിനാണ് വമീർ എന്ന് പറയുന്നത്. ഒളിഞ്ഞ വാക്ക്, ഒളിഞ്ഞത്. ലമീർ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ്. ലമീർ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? നമ്മൾ മലയാളം ഇംഗ്ലീഷും പറയാത്ത ഒരുപാട് ടെക്നിക്കൽ വാക്കാണ് അറബി ആയിരുന്നു പഠിക്കുന്നത്. അപ്പൊ അത്രയും ടെക്നിക്കൽ വാക്ക് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഗ്രാമർ മനസ്സിലാവും. ഹദ്ദസ യുഹദ്ദിസു. അപ്പൊ തുഹദ്ദിസു തുഹദ്ദിസൂന, നിങ്ങൾ സംസാരിക്കുകയാണോ? ഹും, അവരോട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ എന്ന്. നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണോ? അവരോട് ഷെയർ ചെയ്യുകയാണോ? അതൊക്കെ ഞാൻ വിശദീകരണമായിട്ട് പറഞ്ഞതാണ്. കല്ലമ അതേ അർത്ഥം തന്നെയല്ലേ വരുന്നത്? കല്ലമ തന്നെയാണ്. കല്ലമീൻ തകല്ലമ തതകല്ലമ 3 ഉപയോഗങ്ങൾ ഉണ്ടാവാറില്ലേ? കല്ലമ, തകല്ലമ, തകല്ലമ, തകല്ലമ. നസ്ജലയും തനസ്ജലയും, നസലയും തനസ്ജലയും പോലെയാണ്. നസല ഇറങ്ങി, നസല ഇറങ്ങി അല്ലേ? നസല ഇറങ്ങി, നസ്ജല ഇറക്കി, തനസ്ജല ഇറങ്ങി, തകല്ലമ സംസാരിച്ചു. ഈ ബയ്യനയും തബയ്യനയും പോലെയോ? ബയ്യന വ്യക്തമാക്കി, തബയ്യന വ്യക്തമായി, തബയ്യന വ്യക്തമായി. അപ്പൊ ഇവിടെ ഇറങ്ങി. പക്ഷെ കല്ലമ സംസാരിപ്പിച്ചു എന്നല്ല, കല്ലമ സംസാരിച്ചു എന്ന് തന്നെയാണ് ഒരു അർത്ഥം. കല്ലമ അല്ലാഹു മൂസ തക്ലീമ. പക്ഷെ കല്ലമ അല്ലാഹു മൂസ തക്ലീമ, കല്ലമ യുകല്ലിമു തക്ലീം. തക്കല്ലമ എന്ന് പറയുമ്പോൾ തക്കല്ലമ എന്ന് പറഞ്ഞാലും സംസാരിച്ചു എന്ന് തന്നെയാണ്. ഓക്കെ. തതകല്ലമ എന്ന് പറഞ്ഞാൽ അവൻ സംസാരിച്ചു എന്നുള്ളതായി അല്ലേ? തതകല്ലമു, നീ സംസാരിക്കുന്നു. തകല്ലമ എന്ന തദക്കറ ഗ്രൂപ്പായിട്ട് വരികയാണ്. തദക്കറ ഗ്രൂപ്പായിട്ട് വരികയാണ്. പിന്നെ അതിനോട് അധികമായി വരുന്ന അക്ഷരം എല്ലാം പിന്നെ വേറെ ആയിട്ട് വരും. അപ്പം തതകല്ലമു, നീ സംസാരിക്കുന്നു. ഓക്കെ, എല്ലാം ക്ലിയർ ആണ്, സുവ്യക്തമാണ്. അപ്പോ ഇനി എന്താ ചെയ്യേണ്ടത്? റമദാൻ മാസത്തില് നമ്മൾ ഇബാദത്തുകളെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇബാദത്തുകൾ എന്തിനു വേണ്ടിയാണ്? നമ്മളെ ഹൃദയം സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മിൽ എന്തുണ്ട്? നമ്മിൽ ഒരു റൂഹുണ്ട്. റൂഹ് നമ്മിൽ ഊഹിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു ഹൃദയമുണ്ട്. ആ ഹൃദയത്തെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി അള്ളയിലേക്ക് അടുക്കും, അള്ളാഹ് ഇഷ്ടപ്പെടും. പിന്നീട് എന്താകും? പിന്നീട് നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമ്മൾ അള്ളയുമായി കൂടുതൽ അടുക്കും.
അപ്പൊ കൂടുതൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ എടുക്കും. അപ്പൊ സുന്നത്തായ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ ഗ്രേഡിലേക്കും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോഴാണ് എന്താകുന്നത്? പിന്നെ പറഞ്ഞു അവന്റെ അങ്ങനെയാണെങ്കിൽ അവന്റെ കണ്ണ് ഞാനാകും, കാത് ഞാനാകും, നാവ് ഞാനാകും, കൈ ഞാനാകും, കാല് ഞാനാകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഏത് ദർജയിലാണ് വരുന്നത്? നമ്മൾ ഹൃദയത്തെ ശുദ്ധീകരിക്കുക സൊലഹൽ ജസദ് കുല്ലുഹു എന്ന് പറയും. അപ്പൊ ഹൃദയമുണ്ട്, ആ ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നായെന്ന് പറയും. അപ്പൊ ഡോക്ടർ ഇരിക്കുകയാണ്. ഡോക്ടറിനോട് ഞാൻ പ്രത്യേകിച്ച് ഡോക്ടർ ഉള്ളപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഒരാള് മെന്റലി നന്നായെങ്കിൽ മാത്രമേ അയാൾ ഫിസിക്കലി നന്നാവൂ. ശരിയാണ് ഡോക്ടറെ? അപ്പൊ ഈ ഹദീസ് വെച്ചുകൊണ്ട് ചിന്തിക്കാൻ മനസ്സിലാകുന്ന സംഭവമാണ്. അതായത് നമ്മള് ശരീരത്തിലെ ഹൃദയം നന്നായാൽ ഫിസിക്കലി അയാൾ നന്നാവുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരാള് ഫിസിക്കലി നന്നാകണമെങ്കിൽ അതിന്റെ അർത്ഥം മെന്റലി നന്നാകണം. അയാൾ മനസ്സ് നന്നായെങ്കിൽ മാത്രമേ അയാൾ ശാരീരികമായി നന്നാവുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? അയാൾ രോഗാതുരനായിരിക്കും. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമാണ്. ഇത് നമ്മളെ റമദാൻ മാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിധത്തിലുള്ള കളങ്കങ്ങളും പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയം നന്നായി തീരുന്നത്. അപ്പോഴാണ് നമ്മൾ ആരോഗ്യവനായി തീരുന്നത്. ഇതിന്റെ ഒരു ഭാഗം. അതേപോലെ അതിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. അപ്പൊ ഈ മനസ്സിനെ, ഈ ഹൃദയത്തെ സംസ്കരിച്ചവൻ വിജയിക്കും. നമുക്ക് കൂടുതൽ പ്രതിരോധ ശേഷി ഉണ്ടാകുന്നതും നന്മകളിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത ഊർജം നമ്മിലുണ്ട് എന്നൊരു ബോധം നമ്മിലുണ്ടാകണം. നമ്മൾ നിഷ്കളങ്കരായി തീരുന്നു എന്നതോടൊപ്പം അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ഊർജം, നമ്മൾ എനർജി എന്നൊക്കെ പറയും, ആ ഊർജം നമ്മിലുണ്ടാകുന്നു. ഈ ഊർജമാണ് നമ്മളിൽ ഉള്ള റൂഹിനെ വനഫഖ ഫീഹി മിർ റൂഹിഹി എന്ന് പറയും. ആ റൂഹിനെ എന്താക്കുന്നത്? ബലവത്താക്കുന്നത്. ഈ റൂഹം നമ്മൾ കളങ്കമില്ലാതിരിക്കുന്ന നിഷ്കളങ്കമായ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ ഹൃദയം ശുദ്ധമായി തീരുന്നതും, അങ്ങനെ നമ്മളിലൂടെ ഉണ്ടാകുന്ന ഈ ഊർജത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഇതിനെ നമ്മൾ എംഫസൈസ് ചെയ്യണം, ഫോക്കസ് ചെയ്യുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ എന്തായി തീരും? പിന്നീട് നമ്മളെ വിധാനങ്ങൾ, നമ്മുടെ ദർജകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വർദ്ധിച്ച് എവിടം വരെ എത്തും? മലക്കുകളുടെ ദർജ വരെ എത്തും. അല്ല, നമ്മൾ ആ ദർജയിൽ എത്തിച്ചേരട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വലദി യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅ സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ തദബ്ബുർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഖുർആനിലെ അവഗാഹം നേടിക്കൊണ്ട് പാരായണം ചെയ്യുന്നവൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ എന്ന് പറയും. കിറാമിൻ ബററ എന്ന് പറയുന്നത് സൂറത്ത് അബസിൽ നമ്മൾ പഠിച്ചു. ബി ഐദി സഫറ, അത് സന്ദേശവാഹകരുടെ കൈകളിലാണ് ഖുർആൻ. ബി ഐദി സഫറ കിറാമിൻ ബററ, അവർ പുണ്യവാന്മാരും ആദരണീയരുമാണ് എന്ന് പറയും. അപ്പൊ ആ പുണ്യവാന്മാരും ആദരണീയരുമായ മലക്കുകളുടെ ദർജയിലായിരിക്കും, അല്ലെങ്കിൽ മലക്കുകളോടൊപ്പമായിരിക്കും അവൻ ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞു. ആ അവസ്ഥയിൽ നമ്മൾ ഖുർആൻ ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അപ്പൊ നമ്മുടെ റമദാനിൽ ഉണ്ടാകുന്ന അധിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കണം. ഇബാദത്തുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എല്ലാം ഖുർആൻ. നമ്മൾ നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, അതേപോലെ ബാക്കി കാര്യങ്ങളെല്ലാം എന്തായിരിക്കണം? ഖുർആനും റിലേറ്റഡ് ആയിട്ടുള്ള ഭാഷയും ആണ് നമ്മളെ സംബന്ധിച്ചോളം, അതായത് നമ്മളെ സ്റ്റുഡൻസ് എന്നതിനെ സംബന്ധിച്ചോളം ഈ പഠനമാണ്, ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രീൻ ടൈം കുറയ്ക്കുക, പിന്നെ ചാറ്റിങ്ങൾ കുറയ്ക്കുക. വേറെ എവിടെയൊക്കെയാണ് നമ്മുടെ സമയം പാഴായി പോകുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം. അത് നേരെ മറിച്ച് ഇതിൽ നിന്നും ഒരു സമയവും നമ്മൾ എന്ത് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയരുത്. ഇതിൽ ഏതെങ്കിലും ഒരു സമയം കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്താവും? ഈ സമയം നമ്മൾ മോഷ്ടിച്ചതുപോലെയാവും. അപ്പൊ ഈ ഖുർആൻ കൊടുത്തിട്ടിരിക്കുന്ന, അറബി ഭാഷയ്ക്ക് കൊടുത്തിട്ടിരിക്കുന്ന, ഖുർആൻ പഠനത്തിന് കൊടുത്തിട്ടിരിക്കുന്ന സമയങ്ങളിൽ നിന്നും ഒരു സമയവും വെട്ടിക്കുറയ്ക്കാൻ പാടില്ല, ഇങ്ങോട്ട് ചേർക്കുന്നതല്ല. വേറെ എവിടെ നിങ്ങൾക്ക് വെട്ടിക്കുറച്ച് ഇങ്ങോട്ട് ചേർക്കാൻ പറ്റുമോ അത് ഇങ്ങോട്ട് വെട്ടിക്കുറച്ച് ചേർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. للقاء باذن الله. السلام عليكم ورحمه الله وبركاته. പരീക്ഷ ഡേറ്റ് തരും. ഇതിന് 1 വീക്ക് ആയിരിക്കും കേട്ടോ. റമദാൻ കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കകമായിരിക്കും ഡേറ്റ് വരിക. ഇൻഷാ അല്ലാഹ്.